നമസ്കാരം. നമുക്കിന്ന് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമായ കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം. കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം, ജീവികളിലെ രാസ സംവേദനം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട, കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു അധ്യായമാണ്, ഒരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ വരിയും അല്ലെങ്കിൽ നമ്മൾ ആ പുസ്തകത്തിൻ്റെ ആ രീതി അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. ഇത് ചാപ്റ്റർ പഠിച്ചാൽ ഇതിൽ നിന്ന് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ഭംഗിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ കീമോ റിസപ്ഷൻ അല്ലെങ്കിൽ ജീവികളിലെ രാസ സംവേദനം അല്ലെങ്കിൽ കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഹോർമോണുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഹോർമോണുകൾ? ഈ ഹോർമോണുകൾ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ മെസ്സഞ്ചറാണ്. കെമിക്കൽ മെസ്സഞ്ചറാണ് ഈ ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ചില പ്രത്യേക ഭാഗങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേക അവസ്ഥയിൽ ആ ശരീരത്തിന്റെ സെല്ലുകളെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു അവയവത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ശരീരഭാഗങ്ങളെ കൊണ്ടോ ഒക്കെ, പാർട്സിനെ കൊണ്ടൊക്കെ ഓരോ പ്രവൃത്തികൾ ചെയ്യിക്കുന്നതിന് ഓരോ സന്ദേശങ്ങൾ നൽകുന്നു. ആ സന്ദേശങ്ങൾ വഹിക്കുന്ന അല്ലെങ്കിൽ വഹിച്ചുകൊണ്ട് അവിടെ എത്തുന്ന ഈ രാസവസ്തുക്കളെയാണ് നമ്മൾ ഹോർമോണുകളെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കെമിക്കൽ മെസ്സഞ്ചർ എന്ന് പറയാം, അല്ലെ, ഒരു രാസ സന്ദേശകർ എന്ന് നമുക്ക് പറയാം. പല സ്ഥലത്തും നിങ്ങൾ ഈ നാഡീ വ്യവസ്ഥയെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ, നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഇതിനെ പറയുന്നത്, അല്ലെങ്കിൽ ഈ നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണവും ഏകോപനവും അല്ലെങ്കിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ നടത്തുന്നത് ഈ പറയുന്ന നാഡീ വ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും ആണല്ലോ. അന്തസ്രാവി വ്യവസ്ഥ. അപ്പൊ നാഡീ വ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും കൂടി ചേർന്നാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. ബോഡിയിലെ എല്ലാ പാർട്സുകളെയും എല്ലാ ആക്ഷനുകളെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ പറയുന്ന നെർവസ് സിസ്റ്റം. ഈ നമുക്ക് അന്തസ്രാവി വ്യവസ്ഥ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? എൻഡോക്രൈൻ സിസ്റ്റം. അപ്പോൾ നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ കൂട്ടായ ആ പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ആക്ഷനെയും അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളെയും നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്, നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അതിലെ ഈ രാസവസ്തുക്കളെ കുറിച്ച് നോക്കാം, അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെ കുറിച്ചല്ല, രാസവസ്തുക്കൾ, ഈ കെമിക്കൽ മെസ്സഞ്ചേഴ്സിനെ കുറിച്ച്, ഈ രാസ സന്ദേശവാഹകരെ കുറിച്ച് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കും ജന്തുക്കളിൽ മാത്രമേ ഈ സംവിധാനം ഉള്ളൂ എന്ന് വിചാരിക്കും. ഇല്ല, ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലുമുണ്ട്. സസ്യങ്ങൾക്ക് പ്രത്യേക നാഡീവ്യവസ്ഥയില്ല, ജന്തുക്കൾക്ക് നാഡീവ്യവസ്ഥയുണ്ട്. പക്ഷെ സസ്യങ്ങളിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ഹോർമോണുകൾ തന്നെയാണ്. അപ്പൊ അതുപോലെ നമുക്കും ഹോർമോണുകളുണ്ട്. മനസ്സിലായല്ലോ? നമുക്കും ഹോർമോണുകളുണ്ട്. അപ്പൊ ഈ ഹോർമോണുകളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഇതിന്റെ തുടക്കം നമുക്ക് പഠിക്കാം. ഒന്ന്, നമ്മുടെ നമുക്ക് ഹോളണ്ടിൽ ഒരു സസ്യ ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു, ഒരു പ്ലാന്റ് സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ സസ്യങ്ങളെ ബൊട്ടാണിക്കൽ കേട്ടോ, ബോട്ടണി. അപ്പൊ അതുപോലെ സസ്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് FW വെന്റ്. FW വെന്റ് ഓർക്കുക. FW വെന്റ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു. FW വെന്റ് ഒരു സസ്യശാസ്ത്രജ്ഞൻ, ഹോളണ്ടുകാരനാണ്. അപ്പൊ ഹോളണ്ടുകാരനായ ഈ സസ്യശാസ്ത്രജ്ഞൻ ഓട്സ് സസ്യത്തിന്റെ, ഓട്സ് എന്ന് പറയുന്ന സസ്യമുണ്ട്, ഓട്സ് അറിയാമല്ലോ. ആ ഓട്സ് എന്ന് പറയുന്ന പ്ലാന്റിന്റെ ബീജശീർഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചെടി കാണിക്കാം. ഇതൊരു പ്ലാന്റ് ആണ്, ഇത് ഓട്സ് പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ. അപ്പൊ ഈ ഓട്സ് പ്ലാന്റിന്റെ, ഇത് ഓട്സ് പ്ലാന്റ് ആയിട്ട് സങ്കല്പിക്കുക. ഈ ഓട്സ് പ്ലാന്റിന്റെ ഈ ബീജശീർഷം ഇങ്ങനെ ഈ ടിപ്പ്, ഈ ഷൂട്ടിന്റെ ഈ ടിപ്പ്, ഈ സ്റ്റെമ്മിന്റെ ഈ ടിപ്പിനെയാണ് നമ്മൾ ബീജശീർഷം എന്ന് പറയുന്നത്. കോളി ഒപ്റ്റൈൽ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ്. കോളി ഒപ്റ്റൈൽ.
ഈ കോളിയോപ്റ്റയിൽ അല്ലെങ്കിൽ ബീജശീർഷം അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ മുറിച്ചിട്ട് ജെല്ലി പോലെയുള്ള ഒരു പദാർത്ഥമുണ്ട്. ജെല്ലി പോലെ നമ്മൾ ഈ അലുവ പോലെ ഇരിക്കും. അപ്പൊ ആ ജെല്ലി പോലെയുള്ള ആ പദാർത്ഥത്തിൽ ഇങ്ങനെ വച്ചു. അഗർ എന്നാണ് ആ പദാർത്ഥത്തിന്റെ പേര്. അഗർ എന്ന് പറയുന്ന പദാർത്ഥത്തില് ഈ ബീജശീർഷം അല്ലെങ്കിൽ ഓട്സ് സസ്യത്തിന്റെ അല്ലെങ്കിൽ ഓട്സ് പ്ലാന്റിന്റെ ബീജശീർഷം കോളിയോപ്റ്റയിൽ കട്ട് ചെയ്ത് അദ്ദേഹം അല്ലെങ്കിൽ മുറിച്ച് അദ്ദേഹം ഈ പറയുന്ന അഗർ എന്ന് പറയുന്ന ജെല്ലി പോലെയുള്ള ഒരു പദാർത്ഥത്തിൽ വെച്ചു. നമ്മൾ ഈ അലുവ പോലെ അതുപോലെ അതിൽ വെച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പറയുന്ന ബീജശീർഷം മാറ്റി അല്ലെങ്കിൽ കോളിയോപ്റ്റയിൽ മാറ്റിയ ശേഷം ഈ പറയുന്ന അഗർ എന്ന് പറയുന്ന അഗറിനെയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ ജെല്ലി പോലെയുള്ള പദാർത്ഥത്തെ കട്ട് ചെയ്തിട്ട് ഈ പ്ലാന്റിന്റെ ഈ അഗ്രത്തിൽ, ഈ സ്റ്റെമ്മിന്റെ അഗ്രത്തിൽ, ഷൂട്ടിന്റെ അഗ്രത്ത് വെച്ചപ്പോൾ ഇത് വളരുന്നതായി മനസ്സിലായി. ഇത് ഇങ്ങനെ വളരുന്നു, മുകളിലേക്ക് വളരുന്നു. ഈ വശത്തേക്ക് വെച്ചപ്പോൾ ഒരു വശത്തേക്ക് വെച്ചപ്പോൾ എതിർ സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് വളരുന്നു. ഉണ്ടോ? അപ്പോ വളർച്ചയെ സഹായിക്കുന്ന ഏതോ രാസവസ്തു ഈ പറയുന്ന ഇവിടെ ബീജശീർഷത്തിൽ അല്ലെങ്കിൽ കോളിയോപ്റ്റയിൽ ഉണ്ടായിരുന്നെന്നും അത് ഈ അഗർ എന്ന് പറയുന്ന ജെല്ലി പോലെയുള്ള ഈ പദാർത്ഥത്തിൽ പ്രവേശിച്ചു. അപ്പോൾ അതിൽ ആ രാസവസ്തു നമ്മളിപ്പോ ഈ സ്റ്റെമ്മിന്റെ എൻഡിൽ വെച്ച അല്ലെങ്കിൽ ഈ ടിപ്പിൽ വെച്ചപ്പോൾ അത് വളരാൻ സഹായിക്കുന്ന രാസവസ്തു. അപ്പൊ വളരാൻ സഹായിക്കുന്ന ആ രാസവസ്തു അപ്പൊ അത് ഈ സൈഡ് വെച്ചപ്പോൾ അത് വശത്തേക്ക് വളരുകയും ചെയ്തു, ഒരു സൈഡിലേക്ക് വളരുകയും ചെയ്തു, ഗ്രോത്ത് ചെയ്തു. അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് ഇനി പഠിക്കാം. അപ്പോൾ എന്തായാലും പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു കെമിക്കൽ ഈ പറയുന്ന ഈ കോളിയോപ്റ്റയിൽ അല്ലെങ്കിൽ ബീജശീർഷത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പ്ലാന്റിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ FW വെന്റ് ഓട്സ് സസ്യത്തിന്റെ ബീജശീർഷാഗ്രം അല്ലെങ്കിൽ കോളിയോപ്റ്റയിൽ മുറിച്ചെടുത്ത് അഗർ കട്ടയിൽ സൂക്ഷിച്ച് അതിൽ ഒരു കെമിക്കൽ ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ വളർച്ചയെ സഹായിക്കുന്ന ആ രാസവസ്തുവിന്റെ പേരാണ്, ആ ഹോർമോണിന്റെ പേരാണ് ഓക്സിൻ. വളർച്ചയെ സഹായിക്കുന്ന രാസവസ്തു അല്ലെങ്കിൽ ഏതിലെയും പ്ലാന്റ്സിലെയാണ്, പ്ലാന്റ്സിന്റെ വളർച്ചയെ സഹായിക്കുന്ന രാസവസ്തു അഥവാ ആ ഹോർമോണിന്റെ പേരാണ് ഓക്സിൻ. Who identified that അല്ലെങ്കിൽ and named the plant hormone. അപ്പൊ ആ ഓക്സിൻ, അപ്പൊ പ്ലാന്റ് ഹോർമോൺ ഓക്സിനെ കണ്ടെത്തുകയും ഐഡന്റിഫൈ ചെയ്യുകയും അതിന് നൈം കൊടുക്കുകയും അല്ലെങ്കിൽ അതിന് പേര് കൊടുക്കുകയും ചെയ്ത ആ സയന്റിസ്റ്റിന്റെ പേരാണ് FW വെന്റ്. ഇനി പറയണം. അപ്പൊ വളരാൻ സഹായിക്കുന്ന സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രാസവസ്തു അല്ലെങ്കിൽ ഹോർമോണാണ് എന്തോന്ന്, ഓക്സിൻ. ആ ഓക്സിൻ ആ പേര് കൊടുക്കുകയും അതിനെ കണ്ടെത്തുകയും ചെയ്ത ആ സയന്റിസ്റ്റിന്റെ പേരാണ് FW വെന്റ്. പോളണ്ടുകാരനാണ്. ശരി. When Darwin placed a blindfold on a growing coleoptile, he observed that the plant no longer grew toward the light. This suggested that something in the tip of the coleoptile was responsible for this directed growth. Other experiments demonstrated that even when the tip is removed and a layer of agar placed between the tip and the base, the plant still grows toward the light. This suggests that the light-sensitive signal can travel through a permeable barrier, directing the plant's growth. If the severed tip is replaced on the growing shoot so that it covers only half of the exposed cut, the side touching the tip grows faster than the other side, causing the coleoptile to curve even in the dark. This demonstrates that the signal does not migrate across the shoot. The Dutch botanist Frits W. Wendt wanted to find out if he could isolate this signal from the coleoptile tips. First, he removed the tips of oat plant coleoptiles.
Next, he placed the detached tip onto a block of agar. After 1 hour, he discarded the tip and positioned the agar on decapitated coleoptils in such a way that the block only covered half the exposed cut. When Wendt placed the agar block on one side of the decapitated shoot, the shoot curved away from the agar as it grew. This demonstrated that some kind of hormonal signal had diffused into the agar from the coleoptil tips. This hormone had then diffused into the growing coleoptil. The hormone, subsequently called auxin, caused the growing plant to curve, even in the absence of light. Wendt's experiment represented the first time that anyone had isolated a hormone from plants. അതുപോലെ ഇനി ഈ വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ തരത്തിലുള്ള അല്ലെങ്കിൽ വിവിധ ടൈപ്പിലുള്ള ഹോർമോണുകൾ സസ്യങ്ങളിലും ജന്തുക്കളിലും കാണുന്നു. അപ്പോൾ വിവിധ തരത്തിലുള്ള ടൈപ്പിലുള്ള ഹോർമോണുകൾ എവിടെ കാണപ്പെടുന്നു? പ്ലാന്റ്സിലുമുണ്ട്, ആനിമൽസിലുമുണ്ട്. അപ്പോൾ ജന്തുക്കളിൽ ഈ ഞാൻ പറയാം, ഈ ആനിമൽസിൽ ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. എവിടെയാണ്? അന്തസ്രാവി ഗ്രന്ഥികൾ. ജന്തുക്കളിൽ അല്ലെങ്കിൽ ആനിമൽസിൽ നമ്മൾ ഉൾപ്പെടെയുള്ള ആനിമൽസ് അല്ലെങ്കിൽ ജന്തുക്കളിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? അന്തസ്രാവി ഗ്രന്ഥികളാണ്. എവിടെയാണ്? അന്തസ്രാവി ഗ്രന്ഥി, അല്ലെങ്കിൽ അതിനെ എന്ത് പറയാം? എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇംഗ്ലീഷിൽ എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. അപ്പോൾ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നവിടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ആനിമൽസിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നവിടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ആനിമൽസിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നവിടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. കണ്ടോ? എൻഡോക്രൈൻ ഗ്ലാൻഡ്സിലാണ് ഹോർമോൺ ആനിമൽസിൽ അല്ലെങ്കിൽ ജന്തുക്കളിൽ. മലയാള മീഡിയക്കാര് അന്തസ്രാവി ഗ്രന്ഥികളെന്ന് പഠിക്കാം. ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഈ സസ്യ ഹോർമോണുകൾ ഉൽപ്പാദിക്കപ്പെടുന്നത് എവിടെയാണെന്ന് പറയാമല്ലോ. അതിന് അന്തസ്രാവി ഗ്രന്ഥി ഒന്നും ഇല്ല കേട്ടോ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഒന്നുമില്ല. ഒന്ന് വേരെന്ന് പറഞ്ഞാൽ അറിയാലോ, റൂട്ട്. ഞാൻ കാണിച്ചു തരാം. ഈ റൂട്ട് നമ്മൾ ആദ്യം പ്ലാന്റ് ഹോർമോണാണ് പഠിച്ചത്, ഇന്ന് റൂട്ടില്ല. അപ്പൊ റൂട്ടിൽ വേരിലാണ് നമ്മൾ എൻഡോക്രൈൻ അല്ലെങ്കിൽ വേരുകളിലാണ് സസ്യങ്ങളില് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. വേരുകളിൽ ഒരിടത്ത് മാത്രമല്ല, നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡ്, ആനിമൽസില് എൻഡോക്രൈൻ അല്ലെങ്കിൽ ജന്തുക്കളില് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എന്നാൽ പ്ലാന്റ്സില് റൂട്ടില് അതുപോലെ തന്നെ സ്റ്റെം അല്ലെങ്കിൽ ഷൂട്ട് എന്ന് വിളിച്ചോ. സ്റ്റെം അല്ലെങ്കിൽ ഷൂട്ട്, കാണ്ഡം, മലയാളത്തില് കാണ്ഡം. സസ്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ വേര് കാണ്ഡം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റൂട്ടില് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളിൽ. അതുപോലെ തന്നെ കാണ്ഡത്തിൽ അഥവാ ഷൂട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നിവയുടെ ടിപ്പിലാണ്, അഗ്രത്തിൽ. അപ്പോൾ റൂട്ടിന്റെ ടിപ്പിൽ നമ്മളിപ്പോൾ ഇത് കണ്ടല്ലോ, സ്റ്റെമ്മിന്റെ ടിപ്പ് കണ്ടല്ലോ, ഞാൻ മുറിച്ചത്. സ്റ്റെമ്മിന്റെ ടിപ്പിൽ, റൂട്ടിന്റെ ടിപ്പിൽ, ആ ടിപ്പിൽ അറ്റത്ത്, ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്രത്ത്, ആ അഗ്രത്താണ് അല്ലെങ്കിൽ കാണ്ഡത്തിന്റെ അഗ്രത്ത്, അല്ലെങ്കിൽ കാണ്ഡത്തിന്റെ അഗ്രത്തില്, അല്ലെങ്കിൽ വേരിന്റെ അഗ്രത്തില്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ റൂട്ടിന്റെ ടിപ്പില്, അതുപോലെ തന്നെ സ്റ്റെമ്മിന്റെ ടിപ്പില് ആണ് കാണപ്പെടുന്നത് എന്നിവയുടെ അഗ്രത്തിലും. അതുപോലെ തന്നെ വിത്തുകളിൽ, അതായത് സീഡ് വിത്തുകൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. വിത്തുകളില് തളിരിലകളിൽ തളിരിലകളിലോ എന്നുവെച്ചാൽ സ്പ്രൗട്ടിംഗ് ലീവ്സ് എന്ന് പറയും. തളിരിലകൾ പറഞ്ഞു നോക്കിയ തളിരിലകളിൽ എന്താ? സ്പ്രൗട്ടിംഗ് ലീവ്സ്, തളിരൽ. പിന്നെ വിത്തുകൾ, സീഡുകൾ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. പ്ലാന്റ്സില് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടേക്കാണ്? റൂട്ടിന്റെ ടിപ്പിൽ, ഷൂട്ടിന്റെ ടിപ്പിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന സ്പ്രൗട്ടിംഗ് ലീവ്സിന്റെ അല്ലെങ്കിൽ തളിരിലകളില് പിന്നെന്താണ്? വിത്തിൽ, തളിരിലകളിലും വിത്തിലും. അപ്പൊ പ്ലാന്റ്സില് ഹോർമോണുകൾ
പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? റൂട്ടില്, റൂട്ടിന്റെയും ഷൂട്ടിന്റെയും ടിപ്പിൽ. സീഡ്, തളി, പിന്നെ സ്പ്രൗട്ടിംഗ് ലീവ്സിൽ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അത് ഞാൻ മലയാളത്തിൽ പറയാം. വേരിന്റെ അഗ്രത്ത്, കാണ്ഡത്തിന്റെ അഗ്രത്ത്, വേരിന്റെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗത്ത്, അതുപോലെ വിത്തുകളിൽ, അതുപോലെ തന്നെ തളിരിലകളിൽ. തളിരില എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കണം കേട്ടോ. തളി അല്ല, നാക്ക് കുരുങ്ങരുത്. അപ്പൊ അങ്ങനെ തളിരിലകളിലൊക്കെയാണ് ഈ പറയുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ തളിരിലെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് സ്പ്രൗട്ടിംഗ് ലീവ്സ് എന്നാണ്. ഈ ജന്തുക്കളിലും ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിൽ എത്തുന്നത് രക്തമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈശ്വര ഈ ഹോർമോണുകൾ ആവശ്യമുള്ള അതാത് സ്ഥലത്ത് എത്തുന്നത് എങ്ങനെ? ടാക്സി പിടിച്ചാണോ, ബസ് പിടിച്ചാണോ? അല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതിന് പ്രത്യേകം കുഴല് കാണും അല്ലേ? പ്രത്യേക ട്യൂബ് ഇല്ല. ആസ് ദീസ് ഗ്ലാൻഡ്സ് ഹാവിംഗ് നോ ഡക്ട്. ഈ ഗ്ലാൻഡുകൾക്ക്, ഈ അന്തസ്രാവി ഗ്രന്ഥികൾക്ക്, അന്തസ്രാവി ഗ്രന്ഥികൾ, മലയാളത്തിലാണ് ഞാൻ പറയുന്നത്, അന്തസ്രാവി ഗ്രന്ഥികൾ നാളീരഹിത ഗ്രന്ഥികളാണ്. എന്തിരഹിത ഗ്രന്ഥികൾ? നാളീരഹിത ഗ്രന്ഥികൾ. എന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ ഗ്ലാൻസ് ഡക്റ്റിലെസ് ഗ്ലാൻസ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻസ് ഡക്റ്റിലെസ് ഗ്ലാൻസ് ആണ്. അപ്പൊ ഈ നാളീരഹിത ഗ്രന്ഥികളായതുകൊണ്ട് ഈ ഓരോരോ സ്ഥലത്തായിരിക്കും ഹോർമോൺ സെക്രീറ്റ്. നമ്മൾ പഠിക്കും ഓരോരോ സ്ഥലത്ത്. ആനിമൽസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആനിമൽസിന്റെ കാര്യമാണ് പറയുന്നത്. ആനിമൽസിന് എൻഡോക്രൈൻ ഗ്ലാൻഡ് അഥവാ അന്തസ്രാവി ഗ്രന്ഥിയാണ് എന്തുൽപാദിപ്പിക്കുന്നത്? ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തിൽ നിന്നും ആ ടാർഗറ്റ് സെല്ലിലേക്ക് ഇത് എത്തിച്ചില്ല, ലക്ഷ്യകോശത്തിലേക്ക്. ഇത് എവിടെയാണോ പ്രവർത്തിക്കുന്നത്, ചിലപ്പോൾ തലച്ചോറിലായിരിക്കും ഈ അന്തസ്രാവി ഗ്രന്ഥി ഇരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഒഴുകി പ്രവർത്തിക്കേണ്ടത് നമ്മളെ വയറിലായിരിക്കും, സ്റ്റൊമക്കിലായിരിക്കും, അല്ലെങ്കിൽ യൂട്രസിലായിരിക്കും, അല്ലെങ്കിൽ കിഡ്നിയിലായിരിക്കും പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഹോർമോണ് എങ്ങനെയാണ് ഈ ലക്ഷ്യകോശത്തിലെത്തുന്നത്, ഈ ടാർഗറ്റ് സെല്ലിലെത്തുന്നത്? രക്തത്തിലൂടെ, രക്തക്കുഴലുകളിലൂടെ. ഇപ്പൊ നമ്മൾ വണ്ടിയില്ലാത്ത നമ്മളെങ്ങനെ, നമ്മൾക്ക് വാഹനം സ്വന്തമായിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റോഡിൽ ഇറങ്ങി നിന്ന് റോഡിൽ കൂടെ പോകുന്ന ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയി ഇറങ്ങും. അതുപോലെ ഈ പറയുന്ന ഹോർമോൺ അത് ഉൽപ്പാദിപ്പിക്കുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡിൽ നിന്നും ഏത് വഴി? രക്തക്കുഴലുകൾ വഴി, എന്താണ്, ബ്ലഡ് വെസൽസ് വഴി, അല്ലെങ്കിൽ രക്തക്കുഴലുകൾ വഴി അതിന്റെ ടാർഗറ്റ് സെല്ലിലെത്തുന്നു, ലക്ഷ്യകോശത്തിലെത്തുന്നു. എവിടെയാണോ അത് പ്രവർത്തിക്കേണ്ടത് അവിടെ ചെന്ന് എത്തുന്നു. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ അപ്പോ ഒന്നുകൂടെ ഞാൻ പറയാം. ഈ നമ്മുടെ ജന്തുക്കളിൽ ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിൽ എത്തുന്നത് രക്തത്തിലൂടെയാണ്. രക്തത്തിലൂടെയാണ്. അപ്പോ ജന്തുക്കളിൽ ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിൽ എത്തിച്ചേരുന്നത് രക്തത്തിലൂടെയാണ് എന്നുള്ള പറയാം. നോക്കൂ, ഈ പറയുന്ന ആനിമൽസില് ഹോർമോൺസ് ഈ പറയുന്ന ടാർഗറ്റ് സെല്ലിൽ എത്തുന്നത്, അതെവിടെയാണോ പ്രവർത്തിക്കേണ്ടത് ആ സെല്ലുകളിൽ, ആ ഭാഗത്ത് എത്തുന്നത് എന്തിലൂടെയാണ്? ബ്ലഡിലൂടെ. ബ്ലഡിലൂടെ. എവിടെ? ആര്? എന്ത്? ആനിമൽസ്. ആനിമൽസ്. പ്ലാന്റ്സിലാണോ? അല്ല. പിന്നെ എവിടെയാണ്? ആനിമൽസിൽ. അപ്പൊ ആനിമൽസിൽ എന്തോന്ന്? ഹോർമോണുകൾ എവിടെ എത്തുന്നത്? ടാർഗറ്റ് സെല്ലിൽ എത്തുന്നത്. എവിടെ എത്തുന്നത്? ടാർഗറ്റ് സെല്ലിൽ എത്തുന്നത്. എന്തിലൂടെയാണ്? ബ്ലഡിലൂടെ. നമ്മുടെ മലയാളത്തിൽ പറയാം. ഈ പറയുന്ന ജന്തുക്കളില് ഹോർമോണുകള് ലക്ഷ്യകോശത്തിൽ എത്തിച്ചേരുന്നത്. അവിടെയാണ് ലക്ഷ്യകോശത്തിൽ എത്തിച്ചേരുന്നത്. എന്തിലൂടെയാണ്? രക്തത്തിലൂടെയാണ്. അതിലൂടെയാണ് രക്തത്തിലൂടെ. ശരി, ഇനി മറന്നുപോകില്ലല്ലോ? ഇല്ലല്ലോ. ഇനി സസ്യങ്ങളിൽ നോക്കാം. പ്ലാന്റ്സിൽ ഈ ഹോർമോണുകള് ലക്ഷ്യകോശങ്ങളിൽ എത്തുന്നത് ശൈലത്തിലൂടെയും ഫ്ലോയത്തിലൂടെയാണ്. നമ്മളെ രക്തക്കൊഴലിന് പകരമാണ് അതിന് സൈലവും ഫ്ലോയും. നമ്മള് വേരി വലിച്ചെടുക്കുന്ന ജലം മുകളിലേക്ക് പോകുന്ന സൈലം, സസ്യങ്ങൾ പാകം ചെയ്യുന്ന ആഹാരം മറ്റു ഭാഗത്തേക്ക് പോകുന്ന ഫ്ലോയം.
അങ്ങനെ സൈലത്തിലൂടെ ഫ്ലോയത്തിലൂടെയുമാണ് സസ്യങ്ങളിൽ ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിൽ എത്തുന്നത്. അപ്പം സസ്യങ്ങളിൽ ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിൽ എത്തുന്നത് ഏത് വഴിയാണ്? സൈലത്തിലൂടെയും ഫ്ലോയത്തിലൂടെയും. രക്തക്കൊഴൽ അവിടെയില്ല, ഇവിടെ സൈലവും ഫ്ലോയും കുഴലുകളാണ് കേട്ടോ. അപ്പോൾ സസ്യങ്ങളിൽ ഈ പറയുന്ന ഹോർമോണുകൾ അതിൻ്റെ ലക്ഷ്യകോശങ്ങളിൽ എത്തുന്നത് സൈലത്തിലൂടെയും ഫ്ലോയത്തിലൂടെയും. ഒന്നുകൂടെ ഞാൻ പറയാം. പ്ലാന്റ്സിൽ ഹോർമോണുകൾ ഇവിടെ ടാർഗറ്റ് സെല്ലിൽ എത്തിച്ചേരുന്നത്, അത് പ്രവർത്തിക്കേണ്ട ആ സെല്ലിൽ എത്തിച്ചേരുന്നത്, ടാർഗറ്റ് സെല്ലിൽ എത്തിച്ചേരുന്നത് എന്തുവഴിയാണ്? സൈലത്തിലൂടെയും ഫ്ലോയത്തിലൂടെയും. ആനിമൽസിലോ ബ്ലഡിലൂടെ, പ്ലാന്റ്സിലോ സൈലത്തിലൂടെയും ഫ്ലോയത്തിലൂടെയും. ഇനി വീണ്ടും നമുക്ക് ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് പോലെയാണ്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചാലും കൊള്ളാം, ചോദിച്ചില്ലെങ്കിലും കൊള്ളാം, നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കും. ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ എല്ലാ ഹോർമോണുകളും നമ്മുടെ കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ 200 കോടിയിലേറെ കോശമുണ്ട്. അപ്പം പിന്നെ ഇപ്പോഴും അപ്പം ഈ എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുമോ? ഈ എല്ലാ ഹോർമോണുകളും എല്ലാ സെൽസിലും ആക്റ്റീവ്. എല്ലാ ഹോർമോണുകളും എല്ലാ സെല്ലിലും ആക്ട് ചെയ്യുമോ? ആക്ട് ചെയ്യുകയില്ല, പ്രവർത്തിക്കുകയില്ല. അതിന് ഉത്തരവാണ് പ്രവർത്തിക്കുന്നില്ല. എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ലക്ഷ്യകോശം ഞാൻ നേരത്തെ പറഞ്ഞേ, അത് എവിടെയാണോ പ്രവർത്തിക്കേണ്ടത് അവിടെ പോയി പ്രവർത്തിക്കും. അത് ആനിമൽസിലാണെങ്കിൽ രക്തക്കൊഴലിലൂടെ സഞ്ചരിച്ച് ആ കോശത്തിൽ ചെന്ന് ആ ലക്ഷ്യകോശം ആ ടാർഗറ്റ് സെല്ലിൽ ചെന്ന് പ്രവർത്തിക്കും. പ്ലാന്റ്സിലാണെങ്കിൽ അത് സൈലത്തിലൂടെയും ഫ്ലോയത്തിലൂടെയും സഞ്ചരിച്ച് ഈ ഹോർമോണുകൾ ആ ലക്ഷ്യകോശം അഥവാ ടാർഗറ്റ് സെല്ലിൽ നിന്ന് പ്രവർത്തിക്കും. അല്ലാതെ എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കയില്ല. എല്ലാ ഹോർമോണുകളും എല്ലാ സെല്ലിലും ആക്ട് ചെയ്യില്ല. ഓക്കെ. ഇനി ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശത്തെ അതിലെ ലക്ഷ്യകോശം അഥവാ ടാർഗറ്റ് സെൽ എന്ന് പറയും. ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശത്തെ അതിന്റെ ലക്ഷ്യകോശം അഥവാ ടാർഗറ്റ് സെൽ എന്ന് പറയും. ഒരു ഹോർമോൺ പ്രവർത്തിക്കും. ഇപ്പൊ ഇവിടെ നോക്കൂ, ഒരു ഹോർമോൺ ഇവിടെ നിന്ന് വന്നു, ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് ടാർഗറ്റ് സെൽ. അപ്പൊ ഇങ്ങനെ വന്ന് ഇവിടെ എത്തി ഈ സെല്ലിൽ പ്രവർത്തിക്കും. അപ്പൊ ഈ സെല്ലിന് നമുക്ക് എന്ത് പറയാം? ടാർഗറ്റ് സെൽ. ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശത്തെ ആ സെല്ലിനെ അതിൻ്റെ ലക്ഷ്യകോശം എന്ന് പറയും. ഇപ്പൊ നോക്കൂ, ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന ഒരു സെല്ല് കാണുമല്ലോ, അല്ലെങ്കിൽ ഒരു കൂട്ടം സെല്ല് കാണുമല്ലോ, അല്ലെങ്കിൽ ടിഷ്യൂ കാണുമല്ലോ, അതിനെ നമുക്ക് ടാർഗറ്റ് സെൽ എന്ന് പറയാം, ലക്ഷ്യകോശം എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് സഞ്ചരിക്കുന്ന വഴിയിൽ എത്രയോ സ്കൂൾ കാണുന്നു. അവിടെ എങ്ങനെ നിങ്ങൾ കയറുന്നുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യം ഒരു സ്കൂളാണ്, നിങ്ങളുടെ സ്കൂൾ. നിങ്ങളുടെ സ്കൂൾ. അപ്പൊ നിങ്ങൾ വരുന്ന വഴിയിൽ നിങ്ങളുടെ ബസ്സിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ അതാ ഒരു സ്കൂൾ, ഇവിടെ ഒരു സ്കൂൾ, അവിടെ ഇറങ്ങി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ വന്ന് എവിടെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ സ്കൂളിൽ. നിങ്ങളുടെ അധ്യാപകരോ ടീച്ചേഴ്സോ അങ്ങനെ തന്നെ. അവരിങ്ങനെ 1 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് വരുന്നത്. അവരിങ്ങനെ വന്ന് എത്രയോ സ്കൂളുണ്ട്. അയ്യോ, ഞാൻ അടുത്തുള്ള സ്കൂളിൽ കയറി പ്രവർത്തിക്കാം, ചെയ്യൂ, പറ്റില്ല. അപ്പൊ അവര് നേരെ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ സ്കൂളിൽ വന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് പ്രവർത്തിക്കുന്നു. നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ വന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് പ്രവർത്തിക്കുന്നു. അതുപോലെ ഈ ഹോർമോണുകൾ സഞ്ചരിച്ചു വന്ന് അതിന്റെ ലക്ഷ്യകോശം, ഒരു കോശത്തിൽ അതെവിടെയാണോ അത് പ്രവർത്തിക്കേണ്ടത് അവിടെ ചെന്ന് പ്രവർത്തിക്കും. ആ കോശത്തെ നമുക്ക് എന്ത് വിളിക്കാം? ലക്ഷ്യകോശം അഥവാ ടാർഗറ്റ് സെൽ എന്ന് വിളിക്കാം. ലക്ഷ്യകോശം അഥവാ ടാർഗറ്റ് സെൽ. മനസ്സിലായോ? അപ്പൊ ഇവിടെ പ്രവർത്തിക്കേണ്ട ഇവിടെ പ്രവർത്തിക്കേണ്ട ഒരു ഹോർമോൺ ആണെങ്കിൽ ഇപ്പൊ തലച്ചോറി നിന്നാണ് വന്ന്
ഇവിടെ എങ്ങും പ്രവർത്തിക്കില്ല, ഇവിടെ എങ്ങും പ്രവർത്തിക്കത്തില്ല, ഇവിടെ എങ്ങും പ്രവർത്തിക്കില്ല. അപ്പൊ ആ സെല്ലിനെ നമുക്ക് എന്ത് പറയാം? ടാർഗറ്റ് സെൽ. ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന ആ കോശത്തെ അതിന്റെ ടാർഗറ്റ് സെൽ അഥവാ ലക്ഷ്യകോശം എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നോക്കൂ, നമുക്ക് ഒരാളിന് പ്രസവിക്കണം. പ്രസവം. അപ്പൊ പ്രസവിക്കണമെങ്കിൽ യൂട്രസ് പിന്നെ വലുതാവാൻ പാടില്ല. അപ്പൊ യൂട്രസ് ഇങ്ങനെ സങ്കോചിക്കണം, കോൺട്രാക്ട് ചെയ്യണം. അപ്പൊ ഈ യൂട്രസ് കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വേണം. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ്. അപ്പൊ ആ ഓക്സിറ്റോസിൻ ഇറങ്ങി ബ്ലഡിലൂടെ വന്ന് അതിന്റെ ലക്ഷ്യകോശങ്ങൾ എവിടെയാണുള്ളത്? യൂട്രസ്. അവിടെ വന്നിട്ട് ഇത് ആ പറയുന്ന യൂട്രസിനെ കോൺട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സങ്കോചിപ്പിക്കുന്നു. അപ്പോഴാണ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങോട്ട് പഠിക്കും. അപ്പോൾ ആ ലക്ഷ്യകോശം എവിടെയാണോ ആ ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശം, ആ കോശമാണോ ആ ഹോർമോണിന്റെ എന്ത് കോശം? ലക്ഷ്യകോശം അല്ലെങ്കിൽ എന്താണ്? ടാർഗറ്റ് സെല്ല് എന്ന് പറയുന്നത്. അപ്പം ഏതൊരു ഹോർമോണിന്റെയും ലക്ഷ്യകോശത്തിൽ അതിനനുയോജ്യമായ ഒരു റിസപ്റ്ററുകൾ ഉണ്ടായിരിക്കും, ഒരു സ്പെസിഫിക് റിസപ്റ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു ഹോർമോണോ ആയിക്കോട്ടെ, അതിന്റെ ലക്ഷ്യകോശത്തിൽ അതിനനുയോജ്യമായ റിസപ്റ്റർ. ഇപ്പൊ ഈ ഹോർമോൺ ഇങ്ങനെ വരും. അപ്പൊ ഈ ഹോർമോണുകൾ ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ നോക്കട്ടെ, ഹോർമോണിന്റെ ചിത്രം ഒന്ന് കാണിച്ചു തരാം. ഏതൊരു ഹോർമോണിന്റെയും ലക്ഷ്യകോശത്തിൽ അതിന് അനുയോജ്യമായ ഒരു റിസപ്റ്റർ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഏതൊരു ഹോർമോണിന്റെയും ലക്ഷ്യകോശം മീൻസ് ടാർഗറ്റ് സെൽ. അപ്പൊ ആ ടാർഗറ്റ് സെല്ലില് അതിന് അനുയോജ്യമായ ഒരു റിസപ്റ്റർ ഉണ്ടായിരിക്കും. ഒരു സ്പെസിഫിക് റിസപ്റ്റർ ഉണ്ടായിരിക്കും. കാര്യം അത് പോയി ഇതൊരു ലക്ഷ്യകോശമാണെങ്കിൽ, ഇത് ഹോർമോൺ ആണെങ്കിൽ ഇത് അതിലേ ചേരും. ഇത് അതിലേ ഇങ്ങനെ ചേരുള്ളൂ. അപ്പൊ ഇത് പറയുന്നത് ഹോർമോൺ. ഈ ഹോർമോണ് ഈ ടാർഗറ്റ് സെല്ല്, അതിന്റെ ആ ടാർഗറ്റ് സെല്ലില് ആ റിസപ്റ്ററിലേ ഇത് ചേരുള്ളൂ. അപ്പോൾ ഏതൊരു ഹോർമോണിന്റെയും ലക്ഷ്യകോശത്തിൽ അല്ലെങ്കിൽ ടാർഗറ്റ് സെല്ലിൽ അതിന് അനുയോജ്യമായ ഒരു റിസപ്റ്റർ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ, ഇപ്പൊ നമ്മള് ഒരു യാത്ര പോവുകയാണ്, നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം അറിഞ്ഞോളാം. നമ്മൾ ഇങ്ങനെ ബസ്സിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു റിസപ്റ്റർ ഉണ്ടായിരിക്കും, നമ്മളെ സ്വീകരിക്കാൻ ഒരാളുണ്ടാവും. ആ ആള് കൈ കാണിക്കുന്ന സ്ഥലത്ത് ഇറങ്ങുക. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ജംഗ്ഷനും നോക്കുകയാണ്. നമ്മളിങ്ങനെ ഓരോ ജംഗ്ഷനും നോക്കി പോകണം. അതാ നമ്മളെ സ്വീകരിക്കാനുള്ള, നമ്മൾ അവിടെ ഇറങ്ങുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ, എയർപോർട്ടിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നു. നമ്മൾ പരിചയമില്ലാത്ത എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നു. അപ്പൊ നമ്മളെ സ്വീകരിക്കേണ്ട ആള് നമ്മളെ വന്ന് സ്വീകരിക്കുന്നു, വേറെ ആരും നമ്മളെ സ്വീകരിക്കുകയില്ല. അതുപോലെ ഇതാ ഹോർമോൺ ഇങ്ങനെ വരികയാണ്. ആ ഹോർമോൺ ഇങ്ങനെ വരുമ്പോൾ ആ സ്പെസിഫിക് റിസപ്റ്റർ മാത്രമേ, അല്ലെങ്കിൽ ആ പ്രത്യേക റിസപ്റ്റർ ഈ പ്രത്യേക ഹോർമോണിനെ റിസപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതൊരു ടാർഗറ്റ് സെല്ലിലും അതാത് ഹോർമോണിനെ സ്വീകരിക്കാനുള്ള ഒരു പ്രത്യേക റിസപ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രത്യേക അല്ലെങ്കിൽ സ്പെസിഫിക് റിസപ്റ്റർ ഉണ്ടായിരിക്കും. ഇത്രയും മനസ്സിലായല്ലോ. അത് മാത്രമല്ല, ഇവ ഈ സെൽ മെമ്പറൈൻ കോശസ്ഥലത്തിലും അല്ലെങ്കിൽ സെൽ മെമ്പറൈനിലും അതുപോലെ തന്നെ സെല്ലിനുള്ളിലും ഇൻസൈഡ് ഓഫ് ദി സെല്ലിനുള്ളിലും കാണപ്പെടുന്നു. ഈ റിസപ്റ്റർ എവിടെ കാണപ്പെടാം? ഈ സെൽ മെമ്പറൈനിൽ കാണപ്പെടാം, ഇൻസൈഡ് ഓഫ് ദി സെൽ അല്ലെങ്കിൽ സെല്ലിന്റെ ഇൻസൈഡിൽ കാണപ്പെടാം, സെല്ലിനുള്ളിൽ കാണപ്പെടാം. അപ്പോൾ സെല്ലിനുള്ളിലോ സെൽ മെമ്പറൈനിലോ ആണ് ഈ സ്പെസിഫിക് റിസപ്റ്റർ കാണപ്പെടുന്നത്. അപ്പൊ ആ ഹോർമോൺ വരുമ്പോൾ ഈ ഹോർമോൺ അത് സ്വീകരിക്കില്ല, അതങ്ങ് പോയി. അപ്പൊ ഇത് ഈ പ്രത്യേക ഇവിടെ സ്വീകരിക്കാനുള്ള ഹോർമോൺ മാത്രമേ വരുമ്പോൾ ഈ സ്പെസിഫിക് അല്ലെങ്കിൽ ടാർഗറ്റ് സെല്ലിലെ സ്പെസിഫിക് റിസപ്റ്റർ ആ ഹോർമോണിനെ, ആ പർട്ടിക്കുലർ ഹോർമോണിനെ റിസീവ് ചെയ്യും അല്ലെങ്കിൽ സ്വീകരിക്കുകയുള്ളൂ.
ഇത്രയും മനസ്സിലായല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഹോർമോണിന് അപ്പൊ ഇത് ആ പ്രത്യേക ഒരു ഹോർമോണിനെ സ്വീകരിക്കാൻ ഒരു പ്രത്യേക റിസപ്റ്റർ ഈ ടാർഗറ്റ് സെല്ലിൽ കാണും. ആ ടാർഗറ്റ് സെല്ലിൽ മാത്രമേ ഈ ഹോർമോണിന് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഇത്രയും മനസ്സിലായല്ലോ. ശരി, അപ്പോ ആ ടാർഗറ്റ് സെൽ അല്ലെങ്കിൽ ആ പറയുന്ന റിസപ്റ്റർ എവിടെയൊക്കെ കാണാം? സെൽ മെമ്പറൈനിൽ കാണാം. എവിടെയാണ്? സെൽ മെമ്പറൈൻ, കോശ സ്തരത്തിൽ കാണപ്പെടും. ഇല്ലെങ്കിൽ കോശത്തിനുള്ളിൽ, ഇൻസൈഡ് ദി സെൽ, കോശത്തിനുള്ളിൽ കാണപ്പെടുന്നു. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഈ ഹോർമോണുകൾ, ഇപ്പൊ വന്ന ഹോർമോണും റിസപ്റ്ററും ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. അപ്പൊ ഈ വന്ന ഹോർമോണും ഈ റിസപ്റ്ററും കൂടെ ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഹോർമോൺ റിസപ്റ്റർ, ഹോർമോൺ റിസപ്റ്റർ. അപ്പൊ ടാർഗറ്റ് സെല്ലിലാണ് റിസപ്റ്റർ, വരുന്നതാണ് ഹോർമോൺ. ഈ ടാർഗറ്റ് സെല്ലിലെ ഈ റിസപ്റ്ററും ഹോർമോണും ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകും. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകും. അപ്പൊ ഇവിടുത്തെ റിസപ്റ്ററും ഹോർമോണും കൂടെ, ഇത് റിസപ്റ്റർ, ഇത് ഹോർമോൺ, ഈ റിസപ്റ്ററും ഹോർമോണും കൂടെ ചേർന്ന് എന്താണ് ഉണ്ടാകുന്നത്? ഇവിടെ ഉണ്ടാകുന്നത് ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഇത് ഹോർമോൺ, ഇത് റിസപ്റ്റർ, രണ്ടും കൂടെ ചേർന്ന ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഹോർമോൺ റിസപ്റ്റർ, ഇത് രണ്ടും കൂടെ ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. അപ്പോൾ ഈ റിസപ്റ്റർ എവിടെയാണുള്ളത്? ടാർഗറ്റ് സെല്ലിൽ അല്ലെങ്കിൽ ലക്ഷ്യകോശത്തിൽ വരുന്ന ഹോർമോൺ, അതിനെ ചേരുന്ന ഹോർമോണെ ഇതിൽ ചേരും. അപ്പൊ വന്നിട്ട് ഇതാകണ്ടോ, ഇത് ചേരും, കണ്ടോ, ഇത് റിസപ്റ്റർ, ഈ ഹോർമോൺ വന്ന് ഇതിൽ ചേരും. അപ്പൊ ഈ ചേർന്ന് ഈ ഉണ്ടാകുന്ന ഇതിനെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നു. ഇനി ഈ സംയുക്തമാണ് അല്ലെങ്കിൽ ഈ കോംപ്ലക്സ് ആണ് കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഈ പറയുന്ന ഹോർമോണും റിസപ്റ്ററും കൂടെ ചേർന്നുണ്ടായ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആണ് ഒരു സെല്ലിലെ എല്ലാ ആക്ടിവിറ്റിയെയും കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. അവിടുന്ന് വന്ന ഈ ഹോർമോൺ, അതുപോലെ തന്നെ ഇത് ഈ പറയുന്ന ടാർഗറ്റ് സെല്ലിലെ റിസപ്റ്റർ ഇതിനെ റിസീവ് ചെയ്യുന്നു. ഇത് ചേർന്നിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആണ് ആ സെല്ലിലെ എല്ലാ ആക്ടിവിറ്റികളെയും കൺട്രോൾ ചെയ്യുന്ന, എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. ആ കോശങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ആരാ? ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള സസ്യ ഹോർമോണുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതാണ് സസ്യ ഹോർമോണുകളെ ഫൈറ്റോ ഹോർമോൺസ് എന്ന് പറയും. സസ്യ ഹോർമോൺ അഥവാ ഫൈറ്റോ ഹോർമോണുകളെ കുറിച്ച് അതിന്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുകയാണ്. സസ്യ ഹോർമോണുകൾ ഏതെല്ലാം, അല്ലെങ്കിൽ ഫൈറ്റോ ഹോർമോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഫൈറ്റോ ഹോർമോൺസുകൾ ഏതൊക്കെയാണ്? ഫൈറ്റോ അല്ലെങ്കിൽ ഹോർമോൺസ് ആൻഡ് ഫങ്ഷൻസ്, ഹോർമോണുകളും അതിന്റെ ധർമ്മങ്ങളും നമുക്ക് പഠിക്കാം. ഒന്ന്, ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. എന്താണ് ഓക്സിൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഓക്സിനെ കുറിച്ച് പറഞ്ഞു. ഈ ഓക്സിൻ ഒന്നാമത്തെ സസ്യ ഹോർമോണാണ് ഓക്സിൻ. അല്ലെങ്കിൽ ഓരോ ഹോർമോണിനെ കുറിച്ചും അതിന്റെ പേരുകൾ ഞാൻ പറഞ്ഞുതരാം. ഓക്സിൻ എന്താണ്? ഒന്നാമത്തത് ഓക്സിൻ. രണ്ടാമത്തത് അബ്സസിക് ആസിഡ്. ഓക്സിൻ ഒന്ന്. രണ്ടാമത്തെ ഹോർമോണിന്റെ പേരാണ് അബ്സസിക് ആസിഡ്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈറ്റോ ഹോർമോൺ, സസ്യ ഹോർമോണുകൾ. ഇപ്പൊ മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും അതിന് ഒരേ പേര് തന്നെയാണ്. ഇവിടെ നോക്കൂ, സസ്യ ഹോർമോണുകൾ, ഫൈറ്റോ ഹോർമോൺസ്. ഇപ്പൊ ഇവിടെ നോക്കൂ, അതിൽ ഒന്ന് ഓക്സിൻ, ഒന്നാമത്തത് ഓക്സിൻ. രണ്ടാമത്തത് അബ്സസിക് ആസിഡ്. മൂന്ന് ജിബർലിനുകൾ. ഇതാണ് ജിബർലിൻസ് അല്ലെങ്കിൽ ജിബർലിനുകൾ. മലയാളത്തിൽ പറഞ്ഞാൽ ജിബർലിനുകൾ അല്ലെങ്കിൽ ജിബർലിൻസ്. അതുപോലെ നാലാമത്തത് സൈറ്റോകിനിനുകൾ. അതുപോലെ തന്നെ അഞ്ചാമത്തത് എത്തിലീൻ. പ്രധാനമായിട്ടും നമ്മൾ ഈ 5 സസ്യ ഹോർമോണുകളെ കുറിച്ച് അല്ലെങ്കിൽ ഫൈറ്റോ ഹോർമോണുകളെ കുറിച്ചും അതിന്റെ ധർമ്മങ്ങൾ, അതിന്റെ ഫംഗ്ഷനുകളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്.
അപ്പൊ ഒന്നെന്താണ് ഓക്സിൻ, രണ്ടത് അബ്സസിക് ആസിഡ്, 3 ജിബർലിൻസ്, 4 സൈറ്റോകിനിൻസ്, 5 എത്തിലിൻ. കണ്ടോ എത്തിലിൻ. ഒന്നും കൂടെ പറയാം, ഓക്സിൻ, അബ്സസിക് ആസിഡ്, ജിബർലിൻസ്, സൈറ്റോകിനിൻസ്, അതുപോലെ തന്നെ എത്തിലിൻ. ഈ 5 സസ്യ ഹോർമോണുകളെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ഇത്രയും മനസ്സിലാക്കി നമ്മൾ ഇതിന്റെ ഈ കാര്യം മനസ്സിലാക്കി സസ്യ ഹോർമോൺ അവിടെ തീരും. പിന്നെ അടുത്ത ജന്തു ഹോർമോൺ നമ്മൾ പഠിച്ചാൽ മതി. ഒന്ന് ഓക്സിൻ. ഓക്സിന്റെ ഫംഗ്ഷൻ പഠിക്കാം. ഈ ഓക്സിൻ എന്തിനാണ്? നമ്മൾ ഓക്സിന്റെ ഫംഗ്ഷൻ പഠിച്ചാണ് ഇത് തുടങ്ങിയത്. എന്നാലും അതിനെ വിശദമായിട്ട് പഠിക്കാം. ഈ ഓക്സിൻ എന്താണ്? AUXINS ഓക്സിൻസ് എന്നാണ് വായിക്കുന്നത്. ഇനി നമുക്ക് ഇൻക്രീസ് ദി ലെങ്ത് ഓഫ് ദി സ്റ്റെം ആണ്. ഇൻക്രീസ് ദി ലെങ്ത് ഓഫ് ദി സെൽ. കണ്ടോ ഓക്സിനുകൾ എന്താണ്? ഇൻക്രീസ് ദി ലെങ്ത് ഓഫ് ദി സെൽ. ഇൻക്രീസ് ദി ലെങ്ത് ഓഫ് ദി സെൽ എന്താണ്? കാണ്ഡത്തിന്റെ നീളം വർദ്ധിപ്പിക്കുന്നു. ഓക്സിൻ ചെയ്യുന്ന ഒരു ജോലി ഇൻക്രീസ് ദി ലെങ്ത് ഓഫ് ദി സ്റ്റെം. കാണ്ഡം എങ്ങനെ വളരുന്നു? നമ്മൾ തണ്ടിന്റെ നീളം കൂടുന്നു, കാണ്ഡത്തിന്റെ നീളം കൂടുന്നു, സ്റ്റെമ്മിന്റെ നീളം കൂടുന്നു, ഷൂട്ടിന്റെ നീളം ഇങ്ങനെ കൂടുന്നു. ഒന്ന്. അതുപോലെ തന്നെ കോസ് ബെൻഡിങ് ഓഫ് സ്റ്റെം. ഇതിന്റെ സ്റ്റെമ്മിന്റെ ബെൻഡിങ് ഇങ്ങനെ വളയാൻ വേണ്ടി, സ്റ്റെമ്മിനെ വളയുന്നതിനെ ഇത് ബാധിക്കും. ഇങ്ങനെ വളയുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആ ചെടി എടുത്തിട്ട് അല്ലെ പ്ലാന്റ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വളച്ച് കാണിച്ചതല്ലോ, ബെൻഡിങ്. അപ്പൊ ബെൻഡ് അല്ലെങ്കിൽ വളഞ്ഞു വളരുന്നതിന് ഇത് ബാധിക്കുന്നു. ഇൻഹിബിറ്റ് ലാറ്ററൽ ബഡ് ഗ്രോത്ത്. അപ്പൊ പാർശ്വമുകുള വളർച്ച ഇത് തടയുന്നു. ഇതിന്റെ സൈഡിലൊക്കെ ഉള്ള പാർശ്വമുകുള വളർച്ച ഇത് തടയുകയാണ് ചെയ്യുന്നത്. ഇൻഹിബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തടയുക എന്ന് പറയാം. ഇൻഹിബിറ്റ് ലാറ്ററൽ ബഡ്സ്. ഇത് പാർശ്വമുകുള വളർച്ച എന്ത് ചെയ്യുന്നു? ഈ ഓക്സിനുകള് തടയുകയാണ്. അപ്പൊ കാണ്ഡത്തിന്റെ നീളം കൂട്ടുന്നു, പാർശ്വമുകുള വളർച്ചയെ തടയുന്നു. കണ്ടോ? അതിനെ വളഞ്ഞു വളരുന്നതിനെ അത് സ്വാധീനിക്കുന്നു. കണ്ടോ? അപ്പൊ ഓക്സിൻ എന്തൊക്കെ ചെയ്യുന്നു? ഇൻക്രീസ് ദി ലെങ്ത് ഓഫ് ദി സ്റ്റെം. 2 കോസ് ദി ബെൻഡിങ് ഓഫ് സ്റ്റെം. ഇൻഹിബിറ്റ് ലാറ്ററൽ ബഡ് ഗ്രോത്ത്. അപ്പൊ ഇത് ചെയ്യുന്നത് ഒന്ന് ഈ സ്റ്റെമ്മിന്റെ അല്ലെങ്കിൽ കാണ്ഡത്തിന്റെ നീളം വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഗ്രോത്തിനെ സഹായിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തത് ഇതിന്റെ സ്റ്റെം ഇങ്ങനെ വളഞ്ഞു വളരുന്നതിനെ ഇത് ബാധിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഈ പാർശ്വമുകുള വളർച്ച, അതിൽ ഈ സൈഡിലുള്ള മുകുളങ്ങൾ വളർച്ചയല്ലേ നമ്മൾ ലാറ്ററൽ ബഡ് എന്ന് പറയും ഇംഗ്ലീഷില്. ലാറ്ററൽ ബഡിന്റെ ഗ്രോത്തിനെ ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാർശ്വമുകുള വളർച്ചയെ ഇത് തടയുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു, അമർത്തും അല്ലെങ്കിൽ തടയുന്നു. പാർശ്വമുകുള വളർച്ച, ലാറ്ററൽ ബഡ് ഗ്രോത്ത് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പോ അത് ഒന്ന് റെഗുലേറ്റ് ട്രോപ്പിക് മൂവ്മെന്റ് ആണ് ഈ ഓക്സിൻ ചെയ്യുന്നത്. മറ്റത് നമ്മുടെ സൈറ്റോകിനിൻസ് ആണ്. അതിലേക്ക് ഞാൻ നേരത്തെ രണ്ടാമത് കഴിഞ്ഞത് കൊണ്ട് പറഞ്ഞത്. ഇവിടെ ഞാൻ പറഞ്ഞത് നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ. അടുത്തത് ഈ റെഗുലേറ്റ് ട്രോപ്പിക് മൂവ്മെന്റ്. ട്രോപ്പിക് അറിയാം നിങ്ങൾ, ഫോട്ടോട്രോപ്പിസം, ജിയോട്രോപ്പിസം എന്നൊക്കെ ഉണ്ട്. അപ്പൊ ട്രോപ്പിക് മൂവ്മെന്റിനെ ഇത് ഓക്സിനുകൾ ഈ ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. അടുത്തത് സ്റ്റിമുലേറ്റ് ദി ഫോർമേഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. പൂക്കളുടെ ഉൽപാദനത്തെയും ഫല രൂപീകരണത്തെയും ഇത് സ്വാധീനിക്കുന്നു. പൂക്കളുടെ രൂപീകരണം, പൂക്കളുടെ ഉൽപാദനം. പൂക്കൾ അറിയാലോ നിങ്ങൾ, പൂക്കൾ ഒരു ചെടിയെ സംബന്ധിക്കുമ്പോൾ ആദ്യം നമ്മളെ ആകർഷിക്കുന്ന പൂക്കളാണല്ലോ. ആ പൂക്കളുടെയും അതുപോലെ തന്നെ അതിലെ ഫലങ്ങൾ, കായ്കൾ, ആ കായ്കളുടെയൊക്കെ രൂപീകരണത്തെ ഇത് സ്വാധീനിക്കുന്നു. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം. ഓക്സിൻസ്, ഇതിലിടയ്ക്ക് 2 വേറെ കടന്നു വന്നു, അത് നമുക്ക് ഒഴിവാക്കാം. ഒന്നും കൂടെ ഞാൻ പറയാം. ഇൻക്രീസ് ദി ലെങ്ത് ഓഫ് ദി സ്റ്റെം. സ്റ്റെമ്മിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാണ്ഡ വളർച്ച കൂട്ടുന്നു. അതുപോലെ കോസ് ബെൻഡിങ് ഓഫ് സ്റ്റെം, കാണ്ഡം വളഞ്ഞു വരുന്നതിനെ ബാധിക്കുന്നു. 2 ഇൻഹിബിറ്റ് ലാറ്ററൽ ബഡ് ഗ്രോത്ത്, പാർശ്വമുകുള വളർച്ചയെ തടയുകയാണ് ചെയ്യുന്നത്. വളർച്ചയവൻ തടയുന്നു. അതുപോലെ തന്നെ സ്റ്റിമുലേറ്റ് ദി ഫോർമേഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. സ്റ്റിമുലേറ്റ്
അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഉദ്ദീപിപ്പിക്കുന്നു ഈ ഫോർമേഷൻ, ഈ ഫ്ലവർ ഉണ്ടാകുന്നതിനെയും ഫ്രൂട്ട് ഉണ്ടാകും. ഈ ഫ്ലവറെ ഈ ചെടിയെ പൂക്കൂ ചെടിയെ പൂക്കൂ, കായ്ക്കൂ എന്നുകൊണ്ട് ഇവൻ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ റെഗുലേറ്റ് ട്രോപ്പിക് മൂവ്മെന്റ്, ഫോട്ടോട്രോപ്പിസം ആയിരുന്നാലും ജിയോട്രോപ്പിസം അങ്ങനെ തുടങ്ങിയ ട്രോപ്പിക്കൽ ചലനങ്ങളെ ഇവൻ നിയന്ത്രിക്കുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു. ഒന്നും കൂടെ പറയാം, ഈ ഓക്സിൻ എന്ന് പറയുന്ന സസ്യ ഹോർമോൺ ചെയ്യുന്നത് എന്തിന്റെ കാണ്ഡത്തിന്റെ നീളം വർദ്ധിപ്പിക്കുന്നു, ചെടികൾ വളഞ്ഞു വളരാൻ, സസ്യങ്ങൾ വളഞ്ഞു വളരാൻ സഹായിക്കുന്നു, വളഞ്ഞു വരുന്നതിനെ ബാധിക്കുന്നു. അതുപോലെ തന്നെ ട്രോപ്പിക ചലനങ്ങളെ സ്വാധീനിക്കുന്നു, ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ സസ്യങ്ങളുടെ ഈ പൂക്കളുടെയും അതുപോലെ തന്നെ കായ്കളുടെയും അല്ലെങ്കിൽ ഫലങ്ങളുടെയും വളർച്ചയെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ ഇൻക്രീസ് ദി ലെങ്ത് ഓഫ് ദി സ്റ്റെം, കോസ് ബെൻഡിങ് ദി സ്റ്റെം, അതുപോലെ തന്നെ ഇൻഹിബിറ്റ് ലാറ്ററൽ ബഡ് ഗ്രോത്ത്, ഈ പാർശ്വമുകള വളർച്ചയെ തടയുകയാണ്. ഇൻഹിബിറ്റ് എന്ന് പറയുമ്പോൾ തടയുകയാണ് ചെയ്യുന്നത്. റെഗുലേറ്റ് ട്രോപ്പിക് മൂവ്മെന്റ്, ഫോട്ടോട്രോപ്പിക് അങ്ങനെ തുടങ്ങിയ ട്രോപ്പിക് മൂവ്മെന്റിനെയൊക്കെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റിമുലേറ്റ് ദി ഫോർമേഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്, പൂക്കളുടെയും പഴങ്ങളുടെയും അല്ലെങ്കിൽ ഫ്രൂട്ടുകളുടെയും ഫലങ്ങളുടെയും കായകളുടെയും ഒക്കെ രൂപീകരണത്തിന് ഇത് സഹായിക്കുന്നു. അപ്പോൾ ആക്സിൻ എല്ലാവർക്കും പരിചയപ്പെട്ടെന്ന് തോന്നുന്നു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സൈറ്റോകിനിൻസിനെ കുറിച്ചാണ്. അപ്പോൾ സൈറ്റോകിനിൻസ് എന്ന് പറയുമ്പോൾ സൈറ്റോകിനിൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്താണെന്ന്. സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻഷിയേഷൻ. നോക്കൂ, അപ്പോൾ സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ കോശവിഭജനത്തെയും അതുപോലെ തന്നെ വൈവിധ്യവൽക്കരണത്തെയും ഒക്കെ ഇതൊന്ന് ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റിമുലേറ്റ് ദി ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. നേരെ ഓക്സിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഇത് ചെയ്യുന്നത് എന്താണ്? ഈ പാർശ്വമുകുളങ്ങളുടെ അല്ലെങ്കിൽ പാർശ്വമുകുളങ്ങളുടെ വളർച്ചയെ ഇത് ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, സൈറ്റോകിൻസ് ലാറ്ററൽ നോക്കൂ സ്റ്റിമുലേറ്റ് ദി ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. അപ്പോൾ പാർശ്വമുകുളങ്ങളുടെ വളർച്ചയെ ഇത് സൈഡിലൊക്കെ വരുന്ന മുകുളങ്ങളുടെ അല്ലെങ്കിൽ ബഡ്സിന്റെ ഗ്രോത്തിനെ ഇത് കൂട്ടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡിലേ സെൻസസ് on retains the green color of leaves. അപ്പോൾ ഇവിടെ ഈ വളരുന്ന സസ്യഭാഗത്തിലേക്ക് ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ചെടികളുടെയൊക്കെ ഇലകളുടെ ആ കളറ് നമുക്ക് ലീവ്സിന്റെ കളറ് ഇരുന്നു. പ്രൊമോട്ട് ദി ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ടു ഗ്രോത്ത് റീജിയൻസ്. വളരുന്ന സസ്യഭാഗങ്ങളിലേക്കുള്ള പോഷക സംവഹനം പ്രോത്സാഹിപ്പിക്കുന്നു കണ്ടോ. അപ്പോൾ വളരുന്ന സസ്യഭാഗങ്ങളിലേക്കുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷക വസ്തുക്കളുടെ അല്ലെങ്കിൽ വളരുന്ന സസ്യഭാഗങ്ങളിലേക്കുള്ള പോഷക സംവഹനം അല്ലെങ്കിൽ അതിനെ കൊണ്ടെത്തിക്കൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രൊമോട്ട്സ് ദി ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ടു ഗ്രോയിങ് റീജിയൻ. അപ്പോൾ സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻഷിയേഷൻ ഈ പറയുന്ന ഇതുണ്ടല്ലോ മുളയ്ക്കുന്ന വിത്തുകളിൽ കോശവിഭജനത്തെയും അതുപോലെ തന്നെ വൈവിധ്യവൽക്കരണത്തെയും ഇത് ഉത്തേജിപ്പിക്കുകയാണ്, കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റിമുലേറ്റ് ദി ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്, ഈ പറയുന്ന പാർശ്വമുകുള വളർച്ച അത് പ്രോത്സാഹിപ്പിക്കുന്നു. ആരാണ്? സൈറ്റോകിൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൊമോട്ട് ദി ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ടു ഗ്രോത്ത് റീജിയൻസ്. അപ്പോൾ വളരുന്ന ഭാഗങ്ങളിലേക്കുള്ള പോഷക വസ്തുക്കൾ അത് സംവഹനം അല്ലെങ്കിൽ അതുകൊണ്ട് എത്തിക്കൽ അത്
പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, അപ്പൊ സസ്യ ഹോർമോൺ 2 പഠിച്ചു. ഓക്സിൻസ്, രണ്ടാമത്തത് സൈറ്റോകിനിൻസ്, മൂന്നാമത്തത് ഗിബർലിൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗിബർലിൻസ്. അപ്പൊ ഈ ഗിബർലിൻസ് ജിബർലിൻസ് എന്നാണ് സാറിന് പറയുന്നത്. ഗിബർലിൻസ് എന്നല്ല, ജിബർലിൻസ് എന്നാണ് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് സീഡ് ഡോർമൻസി. അപ്പോ ഇതിൽ നമുക്കിനി പഠിക്കാനുള്ളത് എന്താണ്? ഇപ്പോ ജിബർലിനുകളാണ്, വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കുന്നു. അപ്പൊ എന്താണ് വിത്തുകളുടെ സുപ്താവസ്ഥ? വിത്തിനുള്ളിൽ ഒരു എംബ്രിയോ ഉണ്ട് അല്ലെ, ഒരു കുഞ്ഞു ഭ്രൂണം ഉണ്ട്. അപ്പൊ അതിങ്ങനെ വളർന്ന് പുറത്തേക്ക് വരണം. അപ്പോ അതിങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്, വിത്തിനുള്ളിൽ ആ ചെടി ഉറങ്ങിക്കിടക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ ബ്രേക്ക് സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കുന്നു. കാര്യം വിത്ത് മുളയ്ക്കാതെ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ മാറ്റുന്നു. അല്ലെങ്കിൽ ഉണരൂ, നീ വിത്ത് മുളയ്ക്കും, അല്ലെങ്കിൽ ആ ചെടിയെ പുറത്തു വരൂ എന്ന് പറഞ്ഞ് ജിബർലിൻ അത് ബ്രേക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ ഇൻ ബോത്ത് സ്റ്റെംസ് ആൻഡ് റൂട്ട്സ്. അതുപോലെ ഇതിന്റെ വേറൊരു സംഗതിയാണ്, ഇപ്പൊ ഈ വിത്തുകളുടെയും നമ്മളെ ഈ ഫലങ്ങളുടെയും വിത്തുകളുടെയും ഒക്കെ വളർച്ച ചെയ്ത് ഉത്തേജിപ്പിക്കുന്നു. അപ്പൊ സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ ഇൻ ബോത്ത് സ്റ്റെംസ് ആൻഡ് റൂട്ട്സ്. നോക്കൂ, സ്റ്റിമുലേറ്റ് ഉത്തേജിപ്പിക്കുന്നു. എന്ത് ഉത്തേജിപ്പിക്കുന്നു? സെൽ ഡിവിഷൻ, ആ കോശ വളർച്ച, അല്ലെ കോശങ്ങളുടെ 1, 2, 2, 4, 8, 16, 32, 66, 128. അപ്പൊ ആ ചെടി വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇൻ ദി ബോത്ത് സ്റ്റെം ആൻഡ് റൂട്ട്സ്. അപ്പൊ റൂട്ടിലെയും അതുപോലെ തന്നെ വളരുന്ന റൂട്ടിലെയും അതുപോലെ തന്നെ സ്റ്റെമ്മിലെയും ഒക്കെ സെൽ ഡിവിഷൻ ഇത് വർദ്ധിപ്പിക്കുന്നു. ഇൻഫ്ലുവൻസ് ദി ഗ്രോത്ത് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. അപ്പൊ ഫലങ്ങളുടെയും വിത്തുകളുടെയും വളർച്ചയെ ഇത് ഉത്തേജിപ്പിക്കുന്നു. കണ്ടോ? ഇൻഫ്ലുവൻസ് ദി ഗ്രോത്ത് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. ഫലങ്ങള്, വിത്തുകള്, അതിന്റെ വളർച്ചയെ ഇത് ഉത്തേജിപ്പിക്കുന്നു, ഇത് കൂട്ടുന്നു. അതിന്റെ വളർച്ചയെ ഇത് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജിബർലിൻ എന്തൊക്കെ ചെയ്യുന്നു? ബ്രേക്ക് സീഡ് ഡോർമൻസി, വിത്തിന്റെ സുപ്താവസ്ഥയെ മാറ്റുന്നു. അല്ലെങ്കിൽ വിത്തിനെ വളർത്തുന്നു. അല്ലെങ്കിൽ പൊടിക്ക് അതിനകത്തുനിന്നുള്ള ഇതൊരു ഉറങ്ങി കിടന്നൊക്കെ മതി. അപ്പൊ സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ ഇൻ ബോത്ത് സ്റ്റെം ആൻഡ് റൂട്ട്സ്. എന്നിട്ട് അതിനെ ഉണർത്തുകയല്ല, ആ പൊടിച്ചു വരുന്ന ചെടിയെ, ആ വളർന്നു വരുന്ന ചെടിയുടെ റൂട്ടിന്റെയും സ്റ്റെമ്മിന്റെയും അല്ലെങ്കിൽ അതിന്റെ വേരിന്റെയും കാണ്ഡത്തിന്റെയും ഒക്കെ സെൽ ഡിവിഷൻ കൂട്ടി. അല്ലെ സെല്ലുകൾ 1, 2, 4, 8, 16, 122, 512, 2050, ഇങ്ങനെ വിഭജിച്ച് ചെടിയങ്ങ് വളരുകയാണ്, വർദ്ധിപ്പിക്കുകയാണ്. അതുപോലെ ഇൻഫ്ലുവൻസ് ദി ഗ്രോത്ത് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. സസ്യങ്ങളുടെ നമ്മളെ ഈ വിത്തിന്റെയും അതുപോലെ ആ പഴത്തിന്റെയും ആ ഫലത്തിന്റെയും ഒക്കെ ഗ്രോത്തില് വളർച്ച, ചെറിയ ഫലം ഇങ്ങനെ വലുതായി വരുന്നില്ലേ, അതിനകത്തുള്ള വിത്തും വലുതായി വരുന്നില്ലേ, ആ വളർച്ചയെ ഇവൻ സ്വാധീനിക്കുന്നു. അതാണ് ജിബർലിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ എത്തിലീനാണ്. എന്താണ് എത്തിലീൻ? അപ്പൊ എത്തിലീൻ എന്ത് ചെയ്യുന്നു? എത്തിലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാല്, ഈ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാല്, നമ്മളെ യഥാർത്ഥം പറഞ്ഞാൽ ഈ നമ്മുടെ പുഷ്പം, ഇലയും അതുപോലെ തന്നെ പുഷ്പവും അല്ലെ നമ്മളെ പൂവെന്ന് പറയാം, ഫലങ്ങൾ എന്നിവ പാകപ്പെടുന്നതിനും പഴുക്കുന്നതിനും ഒക്കെ ചെയ്യുന്നു. ഇപ്പൊ ഇല ആദ്യം ചെറിയ ഇലയായി, അത് കുറച്ചുകൂടെ കറുത്ത കളറായി, അല്ലെങ്കിൽ തളിരില മാറി, അത് കുറച്ചുകൂടെ വലിയ ഇലയായി, അത് പഴുത്ത് അങ്ങനെ ആയി വരുന്നു. അതുപോലെ തന്നെ പഴം അതുപോലെ വളർന്നു വരുന്നു. അപ്പം ഫലം ഭാഗമായി വരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഇലയും പുഷ്പവും ഫലങ്ങളും ഒക്കെ പാകപ്പെടുന്നതിനും പഴുക്കുന്നതിനും സഹായിക്കുന്ന ആളാണ് എത്തിലിൻ. ആ ഹോർമോണാണ് എത്തിലിൻ. അങ്ങനെയുള്ള ഫൈറ്റോ ഹോർമോൺ അല്ലെങ്കിൽ സസ്യ ഹോർമോണാണ് എത്തിലിൻ. എന്തിന്? ഇല, പൂവ്, അതിന്റെ ഫലം വെച്ചാൽ പഴം, അവ എന്താണ് പാകപ്പെടുന്നതിനും അവസാനം പഴുക്കുന്നതിനും അവന്റെ ഒക്കെ സഹായിക്കുന്നത് ഈ പറയുന്ന എത്തിലീനാണ്. ഫോർ ദി റിപ്പണിംഗ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ലീവ്സ്,
ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അങ്ങനെ ലീവ്സിനെയും ഫ്ലവേഴ്സിനെയും ഫ്രൂട്ട്സിനെയും ഒക്കെ മെച്ചറാക്കുകയും റിപ്പണിങ് അല്ലെങ്കിൽ അത് പാകമാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ എത്തിലീനാണ്. ഒന്നുമല്ല, നമ്മൾ എത്തിലീൻ്റെ കാര്യം ഓർക്കുമ്പോൾ നമ്മുടെ ഒരു ഇലയായിരുന്നാലും പഴമായിരുന്നാലും അല്ല ഫലമായിരുന്നാലും അതുപോലെ തന്നെ പൂവായിരുന്നാലും അതിനെ പാകമാക്കുന്നു അല്ലെങ്കിൽ മെച്ചറാക്കുന്നു, അതിനെ പാകമാക്കുന്നു, പഴുപ്പിക്കുന്നു. അതാണ് ഇതിന്റെ ജോലി. ഇനി അടുത്തത് അബ്സസിക് ആസിഡ് ആണ്. ലാസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ള അബ്സസിക് ആസിഡ്. ഈ അബ്സസിക് ആസിഡിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പഠിക്കേണ്ടായിരുന്നു. അബ്സസിക് ആസിഡ്, ഈ അബ്സസിക് ആസിഡിന്റെ ജോലി എന്തെന്ന് കേട്ടാല്, ഈ അബ്സസിക് ആസിഡ് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഈ നമ്മളെ ഈ ഇൻഹിബിറ്റ്സ് ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ് പാർട്സ്, inhibit the growth of plant parts, enable them to tide over unfavorable conditions. നോക്കൂ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. enables them to tide over unfavorable conditions വരെ ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നു the growth of plant parts നെ. അപ്പോൾ promotes abscission of mature leaves and fruits. Promotes abscission of mature leaves and fruits. ഇവിടെ പറയുന്നത്, ഇവിടെ നോക്കൂ, ഈ അബ്സസിക് ആസിഡ് ചെയ്യുന്ന അനുകൂല ഫേവറബിൾ കണ്ടീഷൻ എന്ന് അറിയാമല്ലോ, അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നവരെ വിത്തുകളുടെ സുപ്താവസ്ഥ നിലനിർത്തുന്നു. അല്ലയോ വിത്തെ, നീ ഉറങ്ങിക്കോളൂ, മഴ വരട്ടെ, ആവശ്യമുള്ള വെയിൽ വരട്ടെ, നിനക്ക് അനുകൂല സാഹചര്യം വരുമ്പോൾ ഞാൻ പറയാം, അതുവരെ നീ ഉറങ്ങിക്കോ. അങ്ങനെ വിത്തിന്റെ വളർച്ച, ഇത് വിത്തിനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഉണർത്തുന്നു. ഒരാൾ ഉണർത്തുമല്ലോ, ഒരു ഹോർമോൺ അല്ലേ, ഒരു ഹോർമോൺ ഉണർത്തുമല്ലോ. ആരെ? വിത്തിനെ. ആരാണ്? ജിബർലിൻ. നീ പൊടിക്കും. പക്ഷെ അത് പൊടിക്കാനുള്ള സാഹചര്യം വരുന്നവരെ, ആ ഫേവറബിൾ കണ്ടീഷൻ വരുന്നവരെ അതിനെ ഉറക്കുന്ന ആളാണ് ആര്? ആ വിത്തിനെ ഉറക്കുന്ന ആളാണ് അബ്സസിക് ആസിഡ്. ആ വിത്തിനെ സുപ്താവസ്ഥയിൽ കൊണ്ടു നിർത്തിക്കുന്ന ആളാണ്. വിത്തിന് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ വിത്തുകളുടെ സുപ്താവസ്ഥ എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നവരെ എന്ത് ചെയ്യുന്നു? വിത്തുകളുടെ സുപ്താവസ്ഥ നിലനിർത്തുന്നു. വിത്ത് പൊടിക്കാതെ നോക്കുകയാണ്. ഉറങ്ങിക്കും, നീ ഉറങ്ങിക്കും കേട്ടോ എന്ന് പറയും. ആര്? ഈ പറയുന്ന അബ്സസിക് ആസിഡ്. എന്നാൽ ജിബർലിൻ എന്ത് ചെയ്യും? വിത്തുകളെ അനുകൂല സാഹചര്യം വന്ന് ഉണരൂ, പൊടിക്കൂ, നീ പൊടിച്ചു വരൂ എന്ന് ജിബർലിൻ പറയും. പക്ഷെ അതുവരെ ആ അനുകൂല സാഹചര്യം വരുന്നവരെ, ഫേവറബിൾ കണ്ടീഷൻ വരുന്നവരെ വിത്തെ ഉറങ്ങൂ എന്ന് പറയുന്നത്, അതിന്റെ വളർച്ച തടഞ്ഞുന്നത് അബ്സസിക് ആസിഡ് ആണ്. കൂടാതെ ഈ സസ്യഭാഗങ്ങളുടെ വളർച്ച തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ സസ്യങ്ങളെ സഹായിക്കുന്നു. ഉടനെ പാകമായ ഇലകളും അതുപോലെ തന്നെ ഫലങ്ങളും ഒക്കെ പൊഴിക്കുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ജോലി. അപ്പം അബ്സസിക് ആസിഡ് എന്ത് ചെയ്യുന്നു? enables them to tide over unfavorable condition. പ്രതികൂല സാഹചര്യം കഴിയുന്നതുവരെ ഇതിന്റെ വളർച്ചയെല്ലാം തടഞ്ഞു നിർത്തി വെക്കുന്നു. ഉടനെ പ്രൊമോട്ട്സ് അബ്സിഷൻ, ഇതിന്റെ പൊഴിക്കൽ, അബ്സിഷൻ ഓഫ് മെച്ചർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, പാകമായ ഇല. ഇനി അവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മള് വയസ്സായ ആൾക്കാർ മരിക്കുന്നത് പോലെ ഈ പറയുന്ന പാകമായി കഴിഞ്ഞാൽ ആ ഇലകളെയും ഫ്രൂട്ട്സിനെയും മെച്ചറായ ഇലകളെയും ഫ്രൂട്ട്സിനെയൊക്കെ പൊഴിച്ചു കളയാൻ സഹായിക്കുന്നതും നമ്മുടെ അബ്സസിക് ആസിഡ് ആണ്. അപ്പൊ അബ്സസിക് ആസിഡിനെ കുറിച്ച് അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. മനസ്സിലായല്ലോ? അബ്സസിക് ആസിഡ്. അപ്പൊ അബ്സസിക് ആസിഡ് ഈ വിത്തിനെ സുപ്താവസ്ഥയിൽ തന്നെ നിലനിർത്തുന്നു. അനുകൂല സാഹചര്യം വരുന്നവരെ പൊടിക്കാൻ സമ്മതിക്കത്തില്ല. എന്നാൽ ജിബറിലാണെങ്കിൽ എന്ത് ചെയ്യും? സുപ്താവസ്ഥ മാറ്റൂ, ഉണരൂ, പൊടിക്കൂ, അനുകൂല സാഹചര്യം വന്നു. അപ്പോൾ അങ്ങനെ അനുകൂല സാഹചര്യം വരുന്നവരെ വിത്തിനെയും അതിന്റെ സസ്യഭാഗങ്ങളെയും ഒക്കെ ഇതിന്റെ വളർച്ച തടഞ്ഞു വെക്കുന്ന ആളാണ് അബ്സസിക് ആസിഡ്. കൂടാതെ ഇത് പ്രൊമോട്ട്സ് അബ്സിഷൻ ഓഫ് മെച്ചർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, പാകമായ ഇലയെയും വിത്തിനെയും ഇത് പൊഴിച്ചു കളയുന്നു. അപ്പൊ നമ്മളിവിടെ പഠിച്ചത് ആക്സിൻ പഠിച്ചു, സൈറ്റോകിനിൻസ് അതിന്റെ ധർമ്മം പഠിച്ചു, ആക്സിന്റെ ധർമ്മം പഠിച്ചു, ജിബർലിന്റെ ഫംഗ്ഷൻ പഠിച്ചു,
അല്ലെങ്കിൽ ധർമ്മം പഠിച്ചു, എത്തിലീന്റെ ധർമ്മം പഠിച്ചു, ഫംഗ്ഷൻ പഠിച്ചു, അബ്സസിക് ആസിഡിന്റെ പഠിച്ചു. അപ്പൊ ഇവിടെ ദി ടു ഹോർമോൺസ് ദാറ്റ് സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ ഇൻ സ്റ്റെംസ് ആൻഡ് റൂട്ട്സ്. രണ്ട് ഹോർമോണുകളുടെ പേര് പറയൂ. സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും വളർച്ചയെ കൂട്ടുന്ന, സെൽ ഡിവിഷനെ സഹായിക്കുന്ന രണ്ട് ഹോർമോണിന്റെ പേര് പറയാൻ പറഞ്ഞാൽ സൈറ്റോകിനിനും ജിബർലിനുമാണ്. സൈറ്റോകിനിനും ജിബർലിനുമാണ്. സ്റ്റിമുലേറ്റ് ദി ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. അപ്പൊ ലാറ്ററൽ ബഡ്സിന്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആരാ? സൈറ്റോകിൻസ്. അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആരാ? ഓക്സിൻ. അപ്പൊ സൈറ്റോകിനിൻ ലാറ്ററൽ ബഡ്സ് അല്ലെങ്കിൽ പാർശ്വമുകുളങ്ങളെ എന്ത് ചെയ്യുന്നു? അതിന്റെ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എന്നാൽ ഓക്സിൻ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. ലാറ്ററൽ ബഡ്സിന്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആരാ? സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് സൈറ്റോകിൻ. അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആരാ? ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഓക്സിൻ. അപ്പൊ സൈറ്റോകിനിൻ ഓർത്തോണം, ഈ ലാറ്ററൽ ബഡ്സിന്റെ ഗ്രോത്തിനെ ഉത്തേജിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാർശ്വമുകുളങ്ങളുടെ ഗ്രോത്തിനെ തടയുന്നത് ആരാണ്? അതിനെ തടഞ്ഞു വെക്കുന്നതാണ് ഓക്സിൻ. ആണ് രണ്ട് ഹോർമോണുകളുടെ വ്യത്യാസം. ഇനി എത്തിലി എന്ത് ചെയ്യുന്നു? ഫലം ഭാഗമാകാൻ സഹായിക്കുന്നു. എത്തിലി അല്ലേ? ഫലം ഭാഗമാകാൻ സഹായിക്കുന്നു. ഫലം ഭാഗമാകാൻ സഹായിക്കുന്ന ആരാ? നല്ല നമ്മളെ പച്ചപ്പഴം പഴുത്ത പഴമാവാൻ, അല്ലെങ്കിൽ ചെറിയ മാങ്ങ വലിയ മാങ്ങയായി പഴുത്ത പഴമാവാൻ സഹായിക്കുന്ന ആരാ? സഹായിക്കുന്നത് എത്തിലി. വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് അബ്സിഷൻ എന്ന് പറയാമല്ലോ. പൊഴിക്കൽ അബ്സിഷൻ ഓഫ് ഫ്രൂട്ട്സ്. ഫലത്തിനെ പൊഴിക്കുന്ന ആര്? ഇലയെ പൊഴിക്കുന്ന ആര്? അത് അബ്സസിക് ആസിഡ്. ഹൗ ഡസ് എത്തിലീൻ റിപ്പൺ ലീവ്സ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്? എത്തിലീൻ എങ്ങനെയാണ് നമ്മുടെ ഈ ഫലങ്ങളെയും ഇലകളെയും അതുപോലെ ഈ പൂക്കളെയും ഒക്കെ പാകമാകാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ പാകമാക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രൂ ഡിഗ്രഡേഷൻ ഓഫ് ക്ലോറോഫിൽ, പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. എന്ന് വെച്ചാൽ ക്ലോറോഫിലിന്റെയും, ഹരിതമെന്നറിയാലോ, ക്ലോറോഫിലിന്റെയും അതുപോലെ തന്നെ പ്രോട്ടീന്റെയും പ്രോട്ടീന്റെയും അതുപോലെ ന്യൂക്ലിക് ആസിഡുകളുടെയൊക്കെ ശിഥിലീകരണത്തിലൂടെയാണ് ഇതിലുള്ള ഇപ്പൊ ഈ പഴങ്ങൾ പാകമാക്കുന്ന എങ്ങനെ, അല്ലെങ്കിൽ പൂക്കളെ പാകമാക്കുന്ന എങ്ങനെ, അല്ലെങ്കിൽ ഇലകളെ പാകമാക്കുന്ന എങ്ങനെ? അതിലുള്ള ക്ലോറോഫിലിനെയും അതിലുള്ള ന്യൂക്ലിക് ആസിഡിനെയും പ്രോട്ടീനെയും ഒക്കെ ശിഥിലീകരിച്ചാണ്, അല്ലെങ്കിൽ ഡിഗ്രഡേഷൻ വരുത്തിയാണ്, ഇത് ശിഥിലീകരിച്ചാണ് ഇത് ഫലങ്ങളെയും പൂക്കളെയും പിന്നെ ഇലകളെയും ഒക്കെ പാകപ്പെടുത്തുന്നത്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്സിന്റെ കാര്യം എന്ന് പറയുമ്പോൾ, ഈ ഓക്സിൻ, ഹൗ ഡസ് ഓക്സിൻ ഹെൽപ്പ് ഇൻ ദി ബെൻഡിങ് ദി ഗ്രോത്ത് ഓഫ് ദി പ്ലാന്റ് അല്ലെങ്കിൽ ട്രോപ്പിക് മൂവ്മെന്റ്? എങ്ങനെയാണ് ഈ ഓക്സിൻസ് ഈ ചെടിയെ വളരാൻ സഹായിക്കുന്നത് എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഇതൊരു ചെടിയാണെന്ന് വിചാരിക്കുക, ഒരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക. ഈ പ്ലാന്റിൽ ഇവിടെ ഇങ്ങനെ ഓക്സിൻ ഉണ്ട്, ഞാൻ നിറയെ ഓക്സിൻ ഇരിക്കുകയാണ്, ഞാൻ ഇതിന്റെ സ്റ്റെമ്മിന്റെ ടിപ്പ് അല്ല, ഈ സ്റ്റെമ്മിന്റെ ടിപ്പില് ഓക്സിൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവിടുന്ന് സൺലൈറ്റ് ഇങ്ങനെ അടിക്കുകയാണ്, ഇവിടുന്ന് സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുകയാണ്. ഈ സൂര്യപ്രകാശത്തില്, ഈ സൺലൈറ്റില് ആക്റ്റീവ് അല്ല? ഈ പറയുന്ന ഓക്സിൻ ആക്റ്റീവ് അല്ല. അപ്പൊ ഈ ഓക്സിൻ എന്നെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളല്ല, ഒറ്റ കൊടുക്കുന്ന ആളാണ്. ഇവിടെ വെയിലിങ്ങനെ അടിക്കുമ്പോൾ, ഈ സൺ ലൈറ്റ് അടിക്കുമ്പോൾ ഇവിടെയുള്ള ഓക്സിൻ എല്ലാം കൂടി മറു സൈഡിൽ പോകും. അപ്പൊ ഈ സൈഡിൽ ഒരു ചെടി ഇവിടെ നിൽക്കുന്നു, ഇവിടുന്നാണ് സൂര്യപ്രകാശം വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എന്റെ വീഡിയോയിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ ചിത്രത്തിൽ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടുന്ന് സൂര്യപ്രകാശം ഈ ചെടിയുടെ ഈ ഭാഗത്ത് അടിക്കുന്നു. അപ്പൊ ഇവിടെയുള്ള ഓക്സിൻ എല്ലാം കൂടെ ചാടി ഇറങ്ങി ഇവിടെ മറഞ്ഞിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോകും. അപ്പൊ ഓക്സിജൻ അവിടെ ഉണ്ടോ അവിടെയല്ലേ ചെടി വളരുന്നത്. അപ്പൊ ഇവിടെ മാത്രം വളരും, ഈ സൈഡ് മാത്രം വളരുമ്പോൾ ഈ ചെടി ബെൻഡ് ചെയ്ത് സൂര്യപ്രകാശത്തിന് നേരെ ബെൻഡ് ചെയ്ത് വളരും. ഇതാണ് ഇതിന്റെ. സൂര്യപ്രകാശം ഇല്ലാത്തപ്പോഴാണെങ്കിൽ ഓക്സിജൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ചെടികൾ കൂടുതൽ വളരുന്ന എപ്പോഴായിരിക്കും? രാത്രിയായിരിക്കും. അപ്പോൾ അതിന്റെ ആ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ പറയാം: ഓക്സിജൻസ് ഹാവ് എ ടെൻഡൻസി ടു സ്റ്റേ അവേ ഫ്രം ലൈറ്റ്.
എപ്പോഴും പ്രകാശത്തിൽ നിന്ന് അകന്നു പോകാനാണ് ഓക്സിജൻ സഹായിക്കുന്നത്, ഓക്സിജൻ ചെയ്യുന്നത്. വെൻ സൺലൈറ്റ് ഫോൾസ് ഓൺ ദി സ്റ്റെം ഓൺലി ഫ്രം വൺ ഡയറക്ഷൻ, ഓക്സിജൻ മൂവ്സ് ടു ദി ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പൊ നോക്കൂ, ഒരു സൺലൈറ്റ് ഇവിടെ ഫോളോ ചെയ്യുന്നു, ഇവിടെ പതിക്കുമ്പോൾ ഈ സൈഡിലുള്ള ഓക്സിജൻ മറു സൈഡിലേക്ക് പോകും, കണ്ടല്ലോ. അപ്പോൾ ആ ഷെയ്ഡഡ് സൈഡിലേക്ക്, ആ തണലുള്ള സൈഡിലേക്ക് പോകും. അപ്പോൾ ഓഫ് ദി സ്റ്റെം ആൻഡ് ഫോം ഹോർമോൺസ് റിസപ്റ്റേഴ്സ് കോംപ്ലക്സ് ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോൾ സെൽ എലോങ്ങേഷൻ occurs in that side, resulting bending of the stem towards the opposite side to no bending of the stem during night and under vertical sunlight. ഇവിടെ കണ്ടല്ലോ, ഇപ്പം രാത്രിയാണെങ്കിൽ പ്രശ്നമില്ല, കാര്യം രാത്രി പ്രകാശം ഒരിടത്തും പതിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് തന്നെ എല്ലായിടത്തും ഒരേപോലെ കേന്ദ്രീകരിക്കുന്നു, അതുകൊണ്ട് ഒരേപോലെ പ്ലാന്റ് പടയുന്നു. പക്ഷെ ഒരു സൈഡിൽ മാത്രം ലൈറ്റ് വന്ന് പിടിച്ചാൽ ഉടനെ മറു സൈഡിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആര് പൊക്കളയും? ഓക്സിജൻ പൊക്കളയും. അപ്പോൾ ഓക്സിജൻ എവിടെ ഉണ്ടോ അവിടെ അല്ലേ വളരുന്നത്. അവിടെ വളരുമ്പോൾ ഇത് എവിടെയാണോ പ്രകാശമുള്ള ആ സ്ഥലത്തേക്ക് ഇത് ബെൻഡ് ചെയ്യുന്നത്. ഇത്രയും അവിടെ പടക്കില്ല. അതാണ് അത് അവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക്, അതുകൊണ്ടാണ് പ്ലാന്റ്സ് ഗ്രോ ഫാസ്റ്റർ അറ്റ് നൈറ്റ് ദാൻ ഡ്യൂറിങ് ദി ഡേ. ഇപ്പൊ രാത്രി പകലിനേക്കാളും ചെടികൾ വളരുന്നത് രാത്രിയാണ്. അതിന് കാരണം എന്ന് കേട്ടാൽ ഓക്സിജൻ പ്രൊമോട്ട്സ് സെൽ എലോങ്ങേഷൻ അറ്റ് ദി ടിപ്പ് ഓഫ് ഷൂട്ട്സ് when there is no light but oxygens are inactive during the daytime. ഉണ്ടോ? അതാണ് അതിന്റെ പ്രധാന കാരണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിന്തറ്റിക് ഹോർമോണുകളെ കുറിച്ചാണ്. സിന്തറ്റിക് ഹോർമോൺ, ആർട്ടിഫിഷ്യൽ ഹോർമോൺ എന്ന് പറയാം. ഇപ്പൊ എല്ലാം കൃത്രിമങ്ങളുടെ കാലഘട്ടമാണല്ലോ. ഇപ്പൊ നമ്മുടെ ബുദ്ധി തന്നെ, ഇന്റലിജൻസ് തന്നെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പൊ നമ്മളെ കമ്പ്യൂട്ടറിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ ഈ ഹോർമോണുകൾക്കെല്ലാം, നമ്മളിപ്പോൾ പറഞ്ഞ പ്ലാന്റ് ഹോർമോണുകൾക്കെല്ലാം പകരമായിട്ട് അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ, അതിന്റെ രാസഘടന മനസ്സിലാക്കി അതിനെ നമ്മൾ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നു, ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കുന്നു. അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കുന്ന ആ ഹോർമോണുകളെ നമുക്ക് സിന്തറ്റിക് ഹോർമോണുകൾ എന്ന് പറയാം. സിന്തറ്റിക് ഹോർമോൺ. അപ്പോൾ ഇപ്പൊ സിന്തറ്റിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള സസ്യ ഹോർമോണുകളുടെ, അറിയാലോ, നമുക്ക് ചെടികൾ തന്നെ ഉണ്ടാക്കുന്ന ഹോർമോണുകളെയാണ് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഹോർമോണുകൾ എന്ന് പറയുന്നത്. പ്ലാന്റ്സ് തന്നെ ഉണ്ടാക്കുന്ന ഹോർമോൺ നാച്ചുറൽ. അതിന്റെ രാസഘടന മനസ്സിലാക്കും, അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കും, ഇവയെ ഉണ്ടാക്കും, മേക്ക് ചെയ്യും. അങ്ങനെ മേക്ക് ചെയ്യുന്ന ഇതിനെ സിന്തറ്റിക് ഹോർമോണുകൾ എന്ന് പറയും. ഇതിനെ നമ്മൾ പറയുന്ന പേര് വെറും പ്ലാന്റ് ഹോർമോൺ അല്ലെങ്കിൽ ഫൈറ്റോ ഹോർമോൺ എന്നല്ല, ഇതിനെ പറയുന്നത് സിന്തറ്റിക് ഹോർമോൺ. ഇതാണ് സിന്തറ്റിക് ഹോർമോണുകൾ എന്ന് പറയും. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോണിന്റെ ഈ രാസഘടന അല്ലെങ്കിൽ കെമിക്കൽ സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ അതിനെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കും, കൃത്രിമമായിട്ട് നിർമ്മിക്കും. അത്തരം ഹോർമോണുകളെയാണ് നമുക്കൊന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മനസ്സിലായപ്പോൾ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ട് ഹോർമോൺ. ആ ഹോർമോണിന്റെ എന്ത് മനസ്സിലാക്കും? രാസഘടന എന്നുവെച്ചാൽ അത് ഏതൊക്കെ കെമിക്കലി ചേർന്നാണ് അതുണ്ടായിരിക്കുന്നത്, അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കും. കെമിക്കൽ സ്ട്രക്ചർ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കും, കൃത്രിമമായിട്ട് നിർമ്മിക്കും. ആ കൃത്രിമമായി നിർമ്മിക്കുന്ന ഹോർമോണിനെ പിന്നെ ഓക്സിൻ എന്നും ഗിബറലെന്നും അങ്ങനെയല്ല, സിന്തറ്റിക് ഓക്സിൻ അങ്ങനെയല്ല, സിന്തറ്റിക് ഹോർമോൺ എന്ന് പറയും. ഇത് ഹോർമോൺ എന്ന് പറയും, സിന്തറ്റിക് ഹോർമോൺ എന്ന് പറയും. അപ്പൊ അതിനെ പറയുന്ന പേരാണ് സിന്തറ്റിക് ഹോർമോൺ. അപ്പോ ആ സിന്തറ്റിക് ഹോർമോണുകളുടെ, അപ്പോ പ്രകൃതിദത്ത സസ്യ ഹോർമോണുകളുടെ മനസ്സിലാക്കിയിട്ടാണ് ഈ കൃത്രിമമായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി അതിനെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിന്തറ്റിക് ഹോർമോണുകൾ എന്ന് പറയും. അപ്പൊ സിന്തറ്റിക് ഹോർമോണുകൾക്ക് എക്സാമ്പിൾ നമുക്ക് പഠിക്കാം. സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺ അല്ലെങ്കിൽ സിന്തറ്റിക് ഹോർമോൺ.
അപ്പൊ ആ സിന്തറ്റിക് ഹോർമോൺ എന്താണ്? ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കുന്നതാണ്. എന്നാൽ നാച്ചുറൽ ഹോർമോണുകളുടെ ആ കെമിക്കൽ സ്ട്രക്ചർ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കുന്നതാണ്. അത് എന്തിനൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നിങ്ങൾ ആക്സിൻ നേരത്തെ പഠിച്ചല്ലോ. ഇവിടെ അതിന്റെ ആർട്ടിഫിഷ്യൽ ഹോർമോണിന്റെ പേരാണ് സിന്തറ്റിക് ആക്സിൻ. അപ്പൊ സിന്തറ്റിക് ആക്സിൻ ചോദിച്ചാൽ ഒരു ഉത്തരം, അപ്പൊ പിന്നെ ആക്സിൻ ചോദിച്ചാൽ വേറെ ഉത്തരം. ഓർത്തോണം, യഥാർത്ഥ ആക്സിന്റെ ഉത്തരമല്ല, ഫംഗ്ഷൻ അല്ല സിന്തറ്റിക് ആക്സിന്റെ. അപ്പൊ അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സിന്തറ്റിക് ആക്സിൻ ചെയ്യുന്നത് ഇൻഡ്യൂസ് റൂട്ട് ഫോർമേഷൻ ഇൻ സ്റ്റെം കട്ടിങ്. നമ്മളൊരു തണ്ട്, ഒരു ചെടിയുടെ തണ്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഷൂട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്റ്റെം എടുത്തിട്ട് അല്ലെങ്കിൽ തണ്ട് കാണ്ടം എടുത്തിട്ട് അതിൽ തേച്ച് കൊടുത്താൽ എന്ത് ചെയ്യാവുന്ന റൂട്ട് വരും, അവിടുന്ന് വേര് മുളച്ച് വരും. അപ്പൊ വേര് മുളയ്ക്കാത്ത ചെടിയിൽ പോലും വേര് മുളപ്പിച്ചെടുക്കാം. കണ്ടോ, വേര് മുളപ്പിച്ചെടുക്കാം. അപ്പൊ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് തണ്ടില് വേര് മുളപ്പിക്കാൻ ഉപയോഗിക്കുന്നു, കാണ്ടത്തിൽ വേര് മുളപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇൻഡ്യൂസ് റൂട്ട് ഫോർമേഷൻ ഇൻ സ്റ്റെം കട്ടിങ് ആരുടെ ജോലിയാണ്? സിന്തറ്റിക് ആക്സിന്റെ ജോലി. അപ്പൊ സിന്തറ്റിക് ആക്സിൻ റൂട്ടിലല്ല സ്റ്റെമ്മിൽ റൂട്ട് മുളയ്ക്കാൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ് റൂട്ട് ഫോർമേഷൻ ഇൻ സ്റ്റെം കട്ടിങ്, തണ്ടില് ചെടികളുടെ തണ്ടില് വേര് മുളപ്പിക്കാൻ സഹായിക്കുന്നു. രണ്ട്, ഈ സിന്തറ്റിക് ആക്സിൻ തന്നെ വേറെ ജോലി. ഇപ്പൊ 2,4-D എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈസ് യൂസ്ഡ് ടു വീഡിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളനാശിനി ഉപയോഗിക്കും. നമുക്ക് വിളകളെ നശിപ്പിക്കുന്ന മറ്റു ചെടികളെയാണ് നമ്മൾ കള എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു ചെടി നട്ടു, ആ ചെടിക്കിടയിൽ അതിന്റെ അളവും അതിന്റെ വെള്ളവും ഒക്കെ വലിച്ചെടുത്ത് അതിന്റെ ചുറ്റും നിൽക്കുന്ന ചെടികളെ നമുക്ക് കള എന്ന് പറയാം, വീടെന്ന് പറയാം, വീഡ്സ്. ആ കളകളെ, ഈ ചെടികൾക്ക് കുഴപ്പം വരാതെ ആ കള നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് സിന്തറ്റിക് ആക്സിൻ ഉപയോഗിക്കാം, കളനാശിനിയായിട്ട്. അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇംഗ്ലീഷ് എങ്ങനെ പറയും? വീഡിസൈഡ്. എന്താണ്? വീഡിസൈഡ് എന്ന് പറയും, കളനാശിനി. വീഡിസൈഡ് എന്ന് പറയും, കളനാശിനി. അതിന് എക്സാമ്പിൾ ആണ് 2,4-D എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സിന്തറ്റിക് ആക്സിൻ ആണ്. അപ്പൊ സിന്തറ്റിക് ആക്സിൻ എന്ത് ചെയ്തു? റൂട്ടില് വേര് മുളപ്പിക്കാൻ സഹായിക്കുന്നു. റൂട്ടിൽ വേര് മുളപ്പിക്കാനല്ല, സ്റ്റെമ്മില് വേര് മുളപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ തണ്ടില് വേര് മുളപ്പിക്കാൻ സഹായിക്കുന്നു. ഇൻഡ്യൂസ് റൂട്ട് ഫോർമേഷൻ ഇൻ സ്റ്റെം കട്ടിങ്. ഓക്കെ, ഇനി അവർ തന്നെ വീഡിസൈഡാണ്, കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത സിന്തറ്റിക് ജിബർലിൻ. സിന്തറ്റിക് ജിബർലിൻ എന്ന് പറഞ്ഞാൽ ടു ഇൻക്രീസ് ദി സൈസ് ഓഫ് ഫ്രൂട്ട്സ്. എങ്ങനെ? നമ്മള് നല്ല ഗ്രേപ്സ്, വലിയ തടിയൻ ഗ്രേപ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന മുന്തിരി അല്ലേ? മുന്തിരി ഇതുപോലെ മുന്തിരിച്ചെടിയില് കായ്കളുടെ വലിപ്പമൊക്കെ ഇങ്ങനെ കൂട്ടാൻ സഹായിക്കുന്നു. ചില പറയും ഒരു കർഷകൻ തന്റെ കൃഷി അല്ലെങ്കിൽ ഒരു വിളയിൽ അദ്ദേഹം നട്ട ചെടിയിൽ സിന്തറ്റിക് ജിബർലിൻ പ്രയോഗിച്ചു. അപ്പൊ എന്താ? അതിന്റെ കായ സാമാന്യ വലിപ്പത്തിനേക്കാളും കൂടിയ വലിപ്പത്തിൽ വരും. അപ്പൊ സാധാരണ മുന്തിരി ചെടിയാണ് ഉപയോഗിക്കുന്നത് ടു ഇൻക്രീസ് ദി സൈസ് ഓഫ് ഫ്രൂട്ട്സ് അല്ലെ? ഗ്രേപ്പ് വൈൻസ് അറിയാലോ. ഇനി ജിബർലിൻസ്, ഈ സിന്തറ്റിക് ജിബർലിൻ അടുത്ത് എന്ത് ചെയ്യുന്നു? ടു പ്രൊമോട്ട് സ്റ്റെം അലോങ്ങേഷൻ. കാണ്ടത്തിന്റെ നീളം വർദ്ധിപ്പിക്കുന്നു. അത് ഏതിനായിരിക്കും? കാണ്ടം ഏതിന്റെയാണ് നമ്മൾ സ്റ്റെം തിന്നുന്നത്? ഷുഗർ കെയിൻ, കരിമ്പ് അല്ലേ? അപ്പൊ ഇത് പ്രൊമോട്ട് സ്റ്റെം എലോങ്ങേഷൻ. അപ്പൊ വേറെ എന്തെങ്കിലും സ്റ്റെം എലോങ്ങേറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ കരിമ്പില് അല്ലെങ്കിൽ ഷുഗർ കെയിനിൽ നമുക്ക് ഈ സ്റ്റെമ്മാണ് ആവശ്യം, അതിന്റെ സ്റ്റെമ്മാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ആ സ്റ്റെം, ആ കരിമ്പിന്റെ നീളം, ആ ചെടിയുടെ നീളം ഒന്ന് വർദ്ധിപ്പിക്കുന്നു. അപ്പൊ അത്രയ്ക്ക് നമുക്ക് നീളത്തിലുള്ള കരിമ്പ് കിട്ടും. ഏതുപയോഗിച്ചാൽ? സിന്തറ്റിക് ജിബർലിൻ ഉപയോഗിച്ചാൽ. ഇത് ആർട്ടിഫിഷ്യൽ ആണ്, സാധാ ജിബർലിൻ അല്ല കേട്ടോ. ഇനി സിന്തറ്റിക് എത്തിലീൻ ഉണ്ട്. അപ്പൊ ഈ സിന്തറ്റിക് എത്തിലീൻ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഈ സിന്തറ്റിക് എത്തിലീൻ ചെയ്യുന്നത് ഫലങ്ങൾ പാകപ്പെടുത്തി ഒരേ സമയം വിളവെടുക്കാൻ നമുക്ക് പ്രയോജനപ്പെടുന്നു. ഒരേ സമയം വിളവെടുക്കാൻ പറ്റും. വാഴപ്പഴം, തക്കാളി എന്നിവയൊക്കെ ഒരേ സമയം പഴിപ്പിക്കാൻ പറ്റും. നിങ്ങളറിയാലോ, നമുക്കൊരു വലിയ കൃഷിത്തോട്ടമുണ്ട്, അവിടെ നിറയെ തക്കാളി നട്ടിരിക്കുകയാണ്, നിറയെ തക്കാളി. ചേട്ടാ ദിവസം 10 തക്കാളി വീതം പഴുത്താൽ എന്ത് ചെയ്യും? നിന്ന് 10 തക്കാളി വരും. ലോറി വന്ന് കിടക്കുകയാണ്. ഈ 10 തക്കാളിയെ ലോറിയിൽ കൊടുത്തയക്കാൻ പറ്റുമോ? അപ്പൊ ഈ തക്കാളിയെല്ലാം ഒരുമിച്ച് പാകമാകണം, ഒരുമിച്ച് വിളയണം, ഒരുമിച്ച് പഴുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് ലോറിയിൽ കൊണ്ടുപോകാൻ പറ്റൂ.
മറ്റു സ്ഥലത്തേക്ക് ഇത് കൊടുത്തയക്കാൻ പറ്റും. നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഇത് വിൽക്കാൻ വേണ്ടിയല്ലേ. അപ്പൊ അങ്ങനെ തക്കാളിയൊക്കെ ഒരുമിച്ച് പാകമാകാൻ ഒരു വലിയ കൃഷി. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, അപ്പൊ തമിഴ്നാട്ടിലും മറ്റു സ്ഥലത്തൊക്കെ ഞാൻ തക്കാളി തോട്ടം, പിന്നെ വലിയ തോട്ടങ്ങളുണ്ട്. അപ്പൊ അവിടെ ഒന്നിച്ച് പിന്നെ വാഴപ്പഴം, ഈ ബനാന, ഇതൊക്കെ ഒന്നിച്ച് പഴുത്താൽ മാത്രമേ അല്ല അതിന്റെ ഒരു കുല മാത്രം പഴുത്താൽ നമുക്ക് വൻതോതിൽ കയറ്റി അയക്കാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് പാകമാകുമ്പോൾ ലോറി കണക്കിന് ഇങ്ങനെ അയക്കാം. അപ്പൊ ആ ഒരുമിച്ച് പാകമാകാൻ സാറിന് നമുക്ക് നാച്ചുറൽ എത്തിലും സഹായിക്കുകയല്ല. നാച്ചുറൽ എത്തിന് ആ പ്രകൃതിദത്തമായിട്ട് അതിൻ്റെ അങ്ങനെ നമ്മുടെ പ്രോട്ടീനും അതുപോലെ തന്നെ ക്ലോറോഫില്ലും അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡും ഒക്കെ ഇതിനെ ചിത്രീകരിപ്പിച്ച് പതുക്കെ ചെയ്യും. ഇതങ്ങനെയല്ല, സിന്തറ്റിക് എത്തിലെയും എല്ലാത്തിനെയും ഒന്നിച്ച് പാകമാക്കുന്നു. അങ്ങനെ അത് ഈ പറയുന്ന ബനാനകൾക്ക് അല്ലെങ്കിൽ ബനാനയ്ക്കും ടൊമാറ്റോയ്ക്കും അല്ലെങ്കിൽ ഏത്തപ്പഴത്തിനും അതുപോലെ തന്നെ ടൊമാറ്റോയ്ക്ക് ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൃഷിക്കാർക്ക് വളരെയധികം പ്രയോജനമുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ചത് 3 ആർട്ടിഫിഷ്യൽ ഫൈറ്റോ ഹോർമോൺസ് ആണ്. അതിൻ്റെ പേര് അതിനെ നമ്മൾ സിന്തറ്റിക് ഹോർമോൺസ് എന്ന് പറയും. ഈ നാച്ചുറൽ ഹോർമോണിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ മനസ്സിലാക്കിക്കൊണ്ട് അതേപോലെ നമ്മൾ നിർമ്മിക്കുന്ന ആർട്ടിഫിഷ്യൽ ഹോർമോണാണ് സിന്തറ്റിക് ഹോർമോൺ. ആ സിന്തറ്റിക് ഹോർമോണിലൂടെ നമ്മൾ ഓക്സിൻ പഠിച്ചു, അതുപോലെ തന്നെ ജിബർലിൻ പഠിച്ചു, അതുപോലെ തന്നെ എത്തിലിൻ പഠിച്ചു. ഇപ്പം ജന്തുക്കളിൽ എന്ന പോലെ തന്നെ ഈ സസ്യങ്ങളിലും സസ്യ വളർച്ചയുടെയും നിർണായക ഘടകമാണ് പ്രത്യുൽപാദനം. അപ്പം ജന്തുക്കളിലെന്ന പോലെ തന്നെ സസ്യങ്ങളുടെയും വളർച്ചയുടെ ഒരു പ്രധാന ഘടകമാണ് അല്ലെങ്കിൽ പ്രധാന ഘട്ടമാണ് പ്രത്യുൽപാദനം. എന്ന് വെച്ചാൽ ആനിമൽസിൻ്റെ പോലെ തന്നെ പ്ലാന്റ്സിനും അതിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു പ്രധാന ഫാക്ടർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് റീപ്രൊഡക്ഷനാണ്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഫ്ലവർ ഉണ്ടാവണം, അല്ലേ? ഫ്ലവർ ഉണ്ടാവണം. അപ്പോൾ ആ ഫ്ലവറിൽ പോളിനേഷൻ നടക്കണം, അല്ലെങ്കിൽ പരാഗണം നടക്കണം. അറിയാലോ, പരാഗയിൽ നിന്ന് പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിന് പരാഗണം എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 6 പരാഗയിൽ നിന്ന് പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിന് പരാഗണം എന്ന് പറയും. അപ്പൊ നമ്മളെ അന്നൊക്കെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് പരാഗണം എവിടെയാണ് നടക്കുന്നത്? ഈ ഫ്ലവറിലാണ് നടക്കുന്നത്. അതിനെ തുടർന്നാണ് നമ്മുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. റീപ്രൊഡക്ഷൻ നടന്നിട്ട് അതിന് വിത്തുണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഫ്ലവർ ഉണ്ടാകുന്നത് ഇതിന്റെ ഒരു ആദ്യ ഘട്ടമാണ്. ഏതിന്റെ ആദ്യ ഘട്ടമാണ്? റീപ്രൊഡക്ഷന്റെ. പക്ഷെ ഈ പൂക്കളുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ പൂക്കളുടെ ഉൽപാദനം ദിനരാത്രങ്ങളുടെ ദൈർഘ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പൂക്കൾ നിങ്ങൾ വിചാരിക്കും ചുമ്മാ ചെടി അങ്ങ് പൂക്കുകയാണോ? അല്ല. അപ്പൊ ഇപ്പൊ അമേരിക്കയിൽ പൂക്കണ ചെടി അല്ലെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ പൂക്കുന്ന ചെടി ഇവിടെ പൂക്കണമെന്നില്ല. എന്താ കാര്യം? അവിടുത്തെ കാലാവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ ദിനരാത്രങ്ങളുടെ ഡേ ആൻഡ് നൈറ്റിന്റെ വ്യത്യാസം, അതിന്റെ ദൈർഘ്യം, എത്രമാത്രം രാത്രിയാണ് ആ ദിവസമുള്ളത്, അല്ലെങ്കിൽ എത്രമാത്രം പകലാണുള്ളത്. അപ്പം രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം അനുസരിച്ച് ഡേയുടെയും ഈ നൈറ്റിന്റെയും ഒക്കെ ലെന്ത് അനുസരിച്ച് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നു ഈ പ്ലാന്റ്സിന്റെ അതിനോടുള്ള പ്രതികരണമാണ്, അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്താണ് ഈ ചെടികൾ പൂക്കുന്നത്. അപ്പൊ എന്നുവെച്ചാൽ ചെടികൾ പൂക്കുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പകൽ അല്ലെങ്കിൽ രാത്രിയുടെ ദൈർഘ്യം അനുസരിച്ചാണ്. ആ പ്രതിഭാസത്തെ അല്ലെങ്കിൽ ആ ഫിനോമിനെ അല്ലെങ്കിൽ ആ ഒരു റെസ്പോണ്ടിനെ നമ്മൾ പറയുന്നതാണ് ഫോട്ടോ പീരിയോഡിസം. എന്താണ് ഫോട്ടോ പീരിയോഡിസം? അപ്പൊ ഫോട്ടോ പീരിയോഡിസത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു പ്രകാശഗ്രാഹി വർണ്ണകമുണ്ട്, ഒരു പിഗ്മെന്റ് ഉണ്ട്, ഒരു വർണ്ണവസ്തു. പിഗ്മെന്റ് മീൻസ് വർണ്ണവസ്തു. നിങ്ങൾ പല വർണ്ണവസ്തുവിനെ റോഡോപ്സിനെന്നും അതുപോലെ തന്നെ മെലാനിനെന്നും അല്ലെ, അങ്ങനെ ഒരുപാട് വർണ്ണവസ്തുക്കളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ ഫോട്ടോ പീരിയോഡിസത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു പ്രകാശഗ്രാഹി വർണ്ണകമാണ് ഫൈറ്റോക്രോം. എന്താണ് ഫൈറ്റോക്രോം? ഫൈറ്റോക്രോം. അപ്പൊ
ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നത് ഈ രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം അനുസരിച്ചാണ്. ആ പ്രതികരണത്തിനെയാണ് നമ്മൾ ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ പീരിയോഡിസത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു പ്രകാശഗ്രാഹി വർണ്ണകമാണ് ഫൈറ്റോക്രോം. അപ്പോൾ ഫൈറ്റോക്രോം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണെന്നാണ്? ഈ സ്റ്റെമ്മിന്റെ കാണ്ഡത്തിന്റെ ടിപ്പിലുള്ള, കാണ്ഡത്തിന്റെ അഗ്രത്തുള്ള പൂർണ്ണമായും വിരിഞ്ഞ ഇലകളിലാണ്, ലീഫിലാണ്. അപ്പൊ ഒരു ചെടിയുടെ കാണ്ഡത്തിന്റെ ഏറ്റവും അഗ്രത്തുള്ള പൂർണ്ണമായും വിരിഞ്ഞ ഇലകളിലാണ് ഈ ഫോട്ടോക്രോം രൂപപ്പെടുന്നത്. ഫോട്ടോക്രോം ഉണ്ടെങ്കിൽ മാത്രമേ സസ്യങ്ങൾക്ക് ഈ ഡേ ആൻഡ് നൈറ്റ് അറിയാൻ പറ്റും, പകലും രാത്രിയുടെയും ദൈർഘ്യവും ഒക്കെ അറിയാൻ പറ്റും. അതനുസരിച്ചാണ് ചെടികൾ പൂക്കുന്നത്. അപ്പൊ ഇലകൾ ഫൈറ്റോക്രോമിന്റെ സഹായത്താൽ, ഈ ലീഫുകൾ എന്ത് ചെയ്യും? ആരകൽപ്പാൽ? ഫൈറ്റോക്രോമിന്റെ സഹായത്താൽ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം തിരിച്ചറിയുകയും, എന്ന് വെച്ചാൽ ഡേയുടെയും നൈറ്റിന്റെയും ലെന്ത് മനസ്സിലാക്കുകയും, പൂവിടാനുള്ള സ്റ്റിമുലേഷൻ കാണ്ഡത്തിലെ അഗ്രമരിഷ്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. പൂക്കൂ എന്നും വേണ്ട, ഇത് കാണ്ഡത്തിന്റെ അഗ്രമരിഷ്ടത്തിലേക്ക് മെസ്സേജ് പോകും. ആ സ്റ്റിമുലേഷൻ പോകുമ്പോ പൂക്കളുടെ ഉൽപാദനത്തെ അപ്പോ അഗ്രമരിഷ്ടത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിനനുസരിച്ച് ഈ പൂക്കളുടെ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന ജീനുകളുണ്ട്. ആ ജീനുകൾ ഉദ്ദീപിക്കപ്പെടുകയും, നമ്മുടെ ഓരോ സ്വഭാവത്തിനും ആസ്പദമായ ജീനുകളുണ്ട്. നിങ്ങൾ മറ്റു ചാപ്റ്ററുകളിൽ പഠിച്ചു കാണും. ആ ജീനുകളെ ഇത് ഉദ്ദീപിപ്പിക്കുന്നു. നിയന്ത്രിക്കുന്ന ജീനുകളെ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ജീനുകൾ ഉദ്ദീപിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ പൂക്കൾ വരും, അല്ലെങ്കിൽ പൂക്കുക എന്നുള്ള നിർദ്ദേശം, അല്ലെങ്കിൽ ആ പൂക്കു എന്നുള്ള, അല്ലെങ്കിൽ ആ പരിസരത്തില് ആഗ്രത്ത് എന്ത് വരും? പൂവ് വരും. ഒന്നുകൂടെ ഞാൻ പറയാം. ഇലകള് നിങ്ങൾക്കറിയാലോ, ഇതിന് പ്രകാശത്തോടും അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ പകലിനോടും രാത്രിയോടുമുള്ള പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് ചെടികൾ പൂക്കുന്നത്. അതിന്റെ ലെന്ത്, അതിന്റെ നീളം അനുസരിച്ച് അത് മനസ്സിലാക്കി, ഈ ചെടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്ന വർണ്ണ വസ്തുവാണ് ഫൈറ്റോക്രോം. ഇത് എവിടെയാണുള്ളത്? ഇത് ഫൈറ്റോക്രോം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എവിടെയാണ്? ഈ സ്റ്റെമ്മിന്റെ അങ്ങ് ടിപ്പിലുള്ള പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ട് വിരിഞ്ഞ ഇലകളിലാണ്. അപ്പോ ഈ ഇലകള് ഫൈറ്റോക്രോമിന്റെ സഹായത്താൽ ദിനരാത്രങ്ങൾ എന്ത് ചെയ്യും? ദിനരാത്രങ്ങളുടെ ലെന്ത്, ദിനരാത്രങ്ങളുടെ ഡേ ആൻഡ് നൈറ്റിന്റെ ലെന്ത് തിരിച്ചറിയുകയും, അതുപോലെ തന്നെ പൂവിടാനുള്ള ഉദ്ദീപനം കാണ്ഡത്തിലെ അഗ്രമരിഷ്ടത്തിലേക്ക് എത്തിക്കുകയും, അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിനനുസരിച്ച് പൂക്കളുടെ ഉൽപാദനം നിയന്ത്രിക്കുന്ന ജീനുകൾ ഉദ്ദീപിക്കപ്പെടുകയും ചെയ്യും. ഇതിനെ തുടർന്ന് ചെടികൾ പൂക്കും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ചെടികൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു, കൊള്ളാം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതിന്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. അപ്പൊ ഇവിടെ വാട്ട് ഈസ് ഫോട്ടോ പീരിയോഡിസം? എന്താണ് ഫോട്ടോ പീരിയോഡിസം? ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രാധാന്യം എന്താണ്? പിഗ്മെന്റ് റിലേറ്റഡ് വിത്ത് ദിസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട വർണ്ണ വസ്തു ഏത്? പിഗ്മെന്റ് ഏത്? അപ്പൊ ഫോട്ടോ പീരിയോഡിസം, ഫോട്ടോട്രോപ്പിസം ഫോട്ടോ പീരിയോഡിസം ആയിട്ട് മാറിപ്പോരുത്. ഫോട്ടോ എന്ന് കേട്ട ഉടനെ ആൻസർ അങ്ങോട്ട് എഴുതരുത്. ഫോട്ടോ പീരിയോഡിസം is the response of plants to the photo period. എന്ന് വെച്ചാൽ ഫോട്ടോ പീരീഡ് ലൈറ്റ് ഉള്ള പീരീഡ് ഏതാ? അപ്പൊ ഡേ ആൻഡ് നൈറ്റ്. ദാറ്റ് ഈസ് ഫോട്ടോ, ദാറ്റ് ഈസ് ഇവിടെ ക്രൂഷ്യൽ ഫോർ ഫ്ലവറിംഗ് ടൈം, പോളിനേഷൻ ആൻഡ് സീഡ് ഫോർമേഷൻ.
ഫൈറ്റോക്രോം എ ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെന്റ്, ലൈറ്റ് സെൻസിറ്റീവ് അല്ലെങ്കിൽ പ്രകാശം തിരിച്ചറിയാൻ കഴിയുന്നുള്ള ഒരു വർണ്ണ വസ്തുവാണ്, പിഗ്മെന്റ് ആണ് ആര്, ഈ പറയുന്ന ഫോട്ടോക്രോം. അപ്പൊ പിഗ്മെന്റ് സിന്തസൈസ്ഡ് ഇൻ ഫുള്ളി ഡെവലപ്ഡ് ലീവ്സ്, പൂർണ്ണമായിട്ടും വളർന്ന അല്ലെങ്കിൽ വിടർന്ന പൂർണ്ണമായിട്ടും വളർന്ന ഇലകളിലാണ്. ഇൻ ദി ഷൂട്ട് അപ്പക്സ്, അപ്പോ ഇവിടെ പ്ലേസ് ഇൻ എ മേജർ റോൾ ഇൻ ഫോട്ടോപീരിയോഡിസം. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദി പിഗ്മെന്റ് പ്രോട്ടീൻ ഫൈറ്റോക്രോം ഹെൽപ്പ് ഇൻ ദി ഫ്ലവറിംഗ് ത്രൂ ദി ഫോട്ടോപീരിയോഡിസം? ത്രൂ phytochrome, fully developed leaves perceive the length of day and night and transmit a signal to the shoot apical meristem to induce flowering. As a result of this, genes that control flowering is stimulate. Flowering is stimulate. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ പ്ലാന്റ്സ് ഫ്ലവറിങ് നടത്തുക അല്ലെങ്കിൽ പൂക്കുന്നത് ഡേയുടെയും നൈറ്റിൻ്റെയും ലെന്ത് അനുസരിച്ചാണ്, അതിനുള്ള പ്രതികരണത്തിന്റെ ഭാഗമാണ്, റെസ്പോൺസിന്റെ ഭാഗമാണ്. അപ്പൊ ലൈറ്റ് ഈ പറയുന്ന ഡേയുടെയും നൈറ്റിന്റെയും ആ ലെന്ത് അല്ലെങ്കിൽ ആ പ്രകാശം നമുക്ക് കിട്ടുന്ന ആ ഡേയുടെ ലെന്ത് സസ്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പ്ലാന്റ്സ് മനസ്സിലാക്കുന്നത് ഒരു പിഗ്മെന്റിലൂടെയാണ്. ആ പിഗ്മെന്റിന്റെ പേരാണ് ഫൈറ്റോക്രോം. മറന്നു വരുന്നത് ഫൈറ്റോക്രോം. ഇത് ഉൽപ്പാദിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഈ സ്റ്റെമ്മിന്റെ അറ്റത്തുള്ള പൂർണ്ണമായിട്ടും വികസിച്ച അല്ലെങ്കിൽ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ലീഫിലാണ്. അപ്പൊ ഈ ലീഫില് ഇത് നിർമ്മിക്കപ്പെടും. ഇതാണ് ഇതിന്റെ പ്രകാശത്തെ അല്ലെങ്കിൽ ഈ പൂക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനുള്ള സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ദൈർഘ്യം അറിയുന്നത്, ഇതനുസരിച്ചുള്ള സ്റ്റിമുലേഷൻ പോകുന്നു, അതിന്റെ ജീൻസ് സ്റ്റിമുലേറ്റ് ആകുന്നു, അത് പൂക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഇത്രയാണ്. ഇതോടുകൂടി സസ്യ ഹോർമോണുകൾ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജന്തു ഹോർമോണിനെ കുറിച്ച് പഠിക്കാം. ഇത് ഭംഗിയായിട്ട് പഠിക്കുക. ഇതിലുള്ള എന്ത് ഡൗട്ട് വേണോ അല്ലെങ്കിൽ എന്ത് സംശയം വേണോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നമസ്കാരം.